ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കിടക്കുന്ന സീറ്റുകളിൽ കുറെ നിൽക്കുന്ന ആളുകളെ പിടിച്ച് നോക്കണ്ട. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പ്. ഇതിനുള്ളിൽ കുറെ സീറ്റുകളുണ്ട്. കുറെ നിൽക്കുന്ന സഹോദരങ്ങൾ മുന്നോട്ട് വന്ന് ഈ ഹാളിലേക്ക് കയറിയിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ മുന്നോട്ട് വന്ന് ഹാളിലേക്ക് കയറിയിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. സ്റ്റാൻഡിങ് താത്ത് ഇങ്ങോട്ട് തരാം. അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. അവിടെ അതിലെടുത്തു മോനെ, അതിനകത്തെടുത്തു. ഈശ്വര പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും അവർ അവിടെ തന്നെ ഇരിക്കാം. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ സൂത്രമേണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും. സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമേണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും. ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. പരമപ്രകാശമേ ശരണം നീയെന്നും. നന്ദി സിദ്ധു മാഡം. അടുത്തതായി ഭരണഘടനാ ആമുഖം അവതരിപ്പിക്കുന്നതിനായി ശ്രീ രാജീവ് വേണാട്. ഭരണഘടനയോടുള്ള ആദരപൂർവ്വം നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്.
നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം. ഇന്ത്യൻ ഭരണഘടന ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇരിക്കാം. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഏവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്ന ചടങ്ങാണ് അടുത്തത്. കുടശനാടിന്റെ നിറസാന്നിധ്യം സാമൂഹ്യ പ്രവർത്തകൻ ഈ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ ശ്രീ കുടശനാട് മുരളി സാറിനെ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗ അധ്യക്ഷൻ, കുടശനാട് കലാ സാംസ്കാരിക വേദിയുടെ ചെയർമാൻ കൂടിയായ ഡോക്ടർ ജോൺ തലയ്ക്കൽ, നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിന് ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ വിജയകുമാർ, അതോടൊപ്പം നമ്മുടെ ഈ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ തോമ്പിൽ രാജശേഖരൻ സാർ, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ആദരവേറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട വ്യക്തികളായ ശ്രീ ഒ ജോർജ് ചാമാരേറ്റിൽ, പ്രൊഫസർ കുടശനാട് ചന്ദ്രശേഖരൻ, ശ്രീ മഹാവി വർഗീസ് ശക്തിമംഗലം, ഡോക്ടർ കെ പി രാജേന്ദ്രൻ, ശ്രീമതി കുടശനാട് കനകം, ശ്രീമതി കുടശനാട് രാധാമണി, പള്ളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജസ്റ്റിൻ ജേക്കബ്, പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഷമ ചാക്കോ, കുടശനാട് പുലിക്കുന്ന് വാർഡ് മെമ്പർ ശ്രീ ആർ ശശി, പന്തളം നഗരസഭാ കൗൺസിലർ ശ്രീമതി സുനി സജു, അതുപോലെ നമ്മുടെ ആദരവേറ്റുവാങ്ങുന്ന ശ്രീ എം കെ സോമൻ മാത്യു പൊള്ളാച്ചി, ശ്രീ ജേക്കബ് കുടശനാട്, ശ്രീ ജോൺസൺ കീപ്പള്ളി, ശ്രീ ചാക്കോ ജോർജ് മോഹനച്ചൻ, അതുപോലെ നമ്മളെ ഇന്ന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നിരവധിയായ ആളുകളുണ്ട്. എല്ലാം പേരെടുത്ത് പറയേണ്ടവർ തന്നെയാണ്. അതിനെ പേരെടുത്ത് പറയുന്ന സമയത്തിന്റെ പരിമിതിയുണ്ട്. ഇതിനെല്ലാവരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വാഗതം ചെയ്യുന്നതായി ആശംസിക്കുന്നു. ആദ്യമായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ ചെയർമാൻ ശ്രീ ഡോക്ടർ ജോൺ തലയ്ക്കലാണ്. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ പ്രത്യേകത കഴിഞ്ഞ നിരവധി കാലങ്ങളായിട്ട് സാമൂഹ്യ സാംസ്കാരിക കലാ സാഹിത്യ പ്രവർത്തനങ്ങൾ നടന്നു വന്ന ഒരു നാടാണ് നമ്മുടേത്. പക്ഷെ പിൽക്കാലത്തെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പ്രദേശത്ത് സാമൂഹ്യ സാംസ്കാരിക കലാ സാഹിത്യ പ്രവർത്തനങ്ങൾ നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആരുടെയും കിട്ടുമല്ല, എല്ലാവരും ജോലി സംബന്ധമായും മറ്റും വിദേശ രാജ്യങ്ങളിലും മറ്റും പോകുന്നതുകൊണ്ട് അതിന് കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാം, പല സംഘടനകളിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. KYC എന്നുള്ള പേരിലും, പ്രദീപ എന്ന പേരിലും, കൈരളി എന്ന പേരിലും, KFTC എന്ന പേരിലും, അതുപോലെ സ്റ്റാർലൈറ്റ് ഡാൻസ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, റേഡിയോ ക്ലബ്ബ്, അതുപോലെ മറ്റ് റേഡിയോ ക്ലബ്ബുകൾ, നമ്മുടെ ഇവിടുത്തെ വായനശാല സുഭാഷ് ഗ്രന്ഥശാല, അതുപോലെ നമ്മുടെ ഡാനിയൽ സാറിന്റെ ഫാദർ ഡാനിയൽ സാറിന്റെ പേരിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അങ്ങനെ നിരവധിയായ സംഘടനകൾ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണ്. അവിടെ പുലിക്കുന്നിൽ പോലും 2-3 സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദീപം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബൊക്കെ അങ്ങനെ പറഞ്ഞ് നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമൊക്കെ പലപ്പോഴും നിശ്ചലമായി പോയി. നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ, നമ്മുടെ പ്രദേശത്തെ യുവാക്കളൊക്കെ, വിദ്യാസമ്പന്നരൊക്കെ പലപ്പോഴും തൊഴിൽ സംബന്ധമായി വിദേശത്തൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ നിശ്ചലമാകാൻ കാരണമായി.
നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് കലാ സാംസ്കാരിക രംഗത്ത് നിരവധി പേര് കടന്നുപോയിട്ടുണ്ട്. അവരെയും സ്മരിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒന്ന് നമ്മുടെ കൊച്ചുകേസ് ക്ലാർനെറ്റ് വിദഗ്ധനായിരുന്നു. അദ്ദേഹം നമ്മുടെ പ്രദേശത്ത് നടക്കുന്ന പരിപാടികളും പുറത്തുള്ള പരിപാടികളിലൊക്കെ ക്ലാർനെറ്റിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹം വിട്ടുപോയി. അതുപോലെ നാരായണാചാര്യ മുഹർശങ്കം എന്റെ വിദഗ്ധനായിരുന്നു. നാടൂർ കിഴക്കേച്ചെരുവിൽ ചണ്ടയുടെ ഉപാസകനായിരുന്നു. ശ്രീ കൊച്ചികർക്കൻ കമ്പനികളുടെ മുറ്റാളായിരുന്നു. അതുപോലെ വെടിക്കെട്ട് കലാകാരൻ കുടസിലാണ് കമലൻ. അതുപോലെ കഥാപ്രസംഗ കലാകാരൻ പന്തളം ശശികുമാർ. ആദ്യകാല സിനിമാ നടൻ രാജ്കുമാർ അല്ലെങ്കിൽ രാജൻ വെല്ലിയിത്ത്. നമ്മുടെ നാട്ടുകാരനല്ലെങ്കിൽ പോലും ഈ നാട്ടിൽ വന്ന് താമസമാക്കിയ ഡാൻസർ കലാനിലയത്തിലുണ്ട്. പിന്നെ അതുപോലെ നാടൻ കലാ അക്കാദമിയുടെ ചെയർമാനായ ശ്രീ ജി ഭാർഗവപിള്ള സാർ. അങ്ങനെ നിരവധിയായ കലാപ്രവർത്തകർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നവരെ കുറിച്ചെല്ലാം പ്രത്യേകം നമുക്ക് സംസാരിക്കേണ്ട ആള് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഒരുങ്ങുന്നില്ല. അതുപോലെ നമ്മുടെ കുടശനാടിനെ കുറിച്ച് 99 വെള്ളപ്പൊക്ക കാലത്തെ കുറിച്ച് നോവൽ എഴുതിയ ചെറുകാട് അവാർഡ് നേടിയ പ്രൊഫസർ MK ഗംഗാധരൻ, അവരെല്ലാം കുടശനാട്ടുകാരാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ജോൺ കലക്കിൽ സാറ് ദീർഘകാലമായിട്ട് വിദേശത്തെ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ഒരു ക്രാന്തദർശിയായ നേതാവ് എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പൊ അദ്ദേഹം ബഹിരംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായ നിരവധി കാര്യങ്ങളിൽ ഏർപ്പെട്ട് കൗൺസിലിംഗ് ഉൾപ്പെടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ നമ്മുടെ കലാ സംസ്കരണത്തിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ പേര് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഡോക്ടർ വിജയകുമാറിനെ കുറിച്ച് അദ്ദേഹമാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറയാനില്ല. അദ്ദേഹം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. പഠിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അദ്ദേഹം വിശ്വോത്തര ലെവലിലേക്ക് അദ്ദേഹം ഉയർന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ ആദരവ് നൽകുവാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പ്രസന്റ് ചെയ്യാവുന്ന ഒരു മുഖമാണ് ഡോക്ടർ വിജയകുമാർ. അദ്ദേഹത്തിന് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിശദമായി ഇൻട്രൊഡക്ഷൻ പറയാത്തത് വേറെ ഇൻട്രൊഡക്ഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കാൻ പറയുന്നത്. അതുപോലെ ശ്രീ തോമ്പിൻ രാജശേഖരൻ സാർ, അദ്ദേഹം വിഖ്യാത നാടകാചാര്യനാണ്. നമുക്കറിയാം അദ്ദേഹത്തിന് സംസ്ഥാന തലത്തിലും സംഗീത നാടക അക്കാദമിയുടെ തലത്തിലും ഒക്കെ ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്. ആ നാടകരംഗത്തെ അത്യുജ്വല പ്രതിഭ എന്ന് പറയാവുന്ന ശ്രീ തോമ്പിൻ രാജശേഖരൻ സാർ. എനിക്ക് അദ്ദേഹമായി വ്യക്തിപരമായ ദുഃഖം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹാർദമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ സ്വാഗതം പറയുവാനുള്ളത് നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ. ശ്രീ ജസ്റ്റിൻ ജേക്കബ്, ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത ആളാണ്. ശ്രീ ജസ്റ്റിൻ ജേക്കബ് ഇത്തവണ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാറി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ വ്യക്തി ബന്ധങ്ങൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ബ്ലോക്കില് ജയിച്ചത്. കാരണം ഇത് മറ്റൊരു കക്ഷിയുടെ വാർഡാണ്, ഡിവിഷനാണ്. അപ്പൊ അതുകൊണ്ട് ജയിച്ചത് വലിയ അദ്ദേഹത്തിന്റെ വ്യക്തി ബന്ധങ്ങൾ കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിനാണ് ഈ വേദിയുടെ പേരിൽ കലാസംസ്കാര വേദിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നത്. അടുത്തായി ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിഭ നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത്. അത് സൂസമ്മ ചാക്കോ അല്ലാതെ മറ്റാരും തന്നെയല്ല. സൂസമ്മ ചാക്ക ഇവിടെ ഈ വാർഡിലെ ആയാലും ഈ പഞ്ചായത്തിലെ ആയാലും ചില പ്രദേശങ്ങളിലായാലും അറിയാത്ത ഒരാളുമില്ല. ശ്രീമതി സൂസമ്മ ചാക്കോയെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പുലിക്കുന്ന് വാർഡിന്റെ, ഞങ്ങളുടെ വാർഡിന്റെ മെമ്പറും കഴിഞ്ഞ പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചെയർമാനും ഒക്കെ ആയിരുന്ന ശ്രീ R. ശശി, അദ്ദേഹം ഇത്തവണയും നമ്മുടെ പുലിക്കുന്ന് വാർഡിൽ വിജയിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശശി അടുത്തത് പന്തളം നഗരസഭ കൗൺസിലിലെ വൈറ്റിൽ 20ാം വാർഡിൽ നിന്ന് നമ്മുടെ പൂഴിക്കാട്ടിന്റെ 20ാം വാർഡിൽ നിന്ന് ജയിച്ച ശ്രീ സജു. നമുക്ക് കിഴക്കേശ്വരനോട് കൂടുതൽ പരിചയമാണ്. നമുക്ക് അത്രയും പരിചയമില്ല എങ്കിലും ഞാൻ ഇവിടെ നമ്മുടെ അതിഥിയായി എത്തി ജനപ്രതിനിധിയായി വിജയിച്ച് പട്ടണം നഗരസഭയുടെ കൗൺസിലറായി തീർന്ന ശ്രീമതി സുനി സജുവിനെ ഞാൻ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മളുടെ ക്ഷണിക്കപ്പെട്ട് നമ്മൾ ആദരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് ഇവിടെ ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിച്ച നമ്മുടെ പലരും അവസ്ഥ നിലയിലുള്ളവരാണ്. പ്രായാധിക്യം കൊണ്ട് ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് പക്ഷെ നമുക്കവിടെ അവരെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളെ അവരെ വയ്യെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. ഇന്നലെയാണ് ഇവിടെ നമ്മുടെ വർഗീസ് ശക്തമംഗലം സാറ് ആശുപത്രിയിൽ നിന്നാണ് നേരെ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ എന്നെ കൊണ്ട് നമ്മുടെ പ്രോസസിന്റെ ശേഖരമുള്ള സാറ് ഞങ്ങളിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള ബാധ്യത. അതുകൊണ്ടാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇതിനകത്ത് പങ്കെടുത്തത്. ജോസാന് സോമൻ പൊള്ളാച്ചി ഇങ്ങനെ എല്ലാവരും ഞാൻ പറയാം. അപ്പൊ അങ്ങനെ നമ്മുടെ കുടശനാട്ടുകാർക്ക് ചില പരിചയമാണ്. കാരണം ജോസാൻ എന്ന് പറഞ്ഞാല് ജില്ലാ ആരോഗ്യ വിദ്യാഭ്യാസ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം അതിനുശേഷം നമ്മുടെ ജോസ്കോ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് സ്കൂളിന്റെ പ്രിൻസിപ്പലായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു. അപ്പൊ അങ്ങനെ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഇവിടെ ഈ സ്കൂളിൽ നടക്കുന്ന യൂത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് കുട്ടികൾക്ക് നാടകങ്ങൾ കൊടുക്കുകയും അതിന് സംവിധാനം ചെയ്തു കൊടുക്കുകയും അതിനകത്ത് ചില പള്ളിയിൽ നടക്കുന്ന നാടകങ്ങളിൽ അഭിനയിച്ചും ഒക്കെ ചില പ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ പല മത്സരങ്ങളിലും ആളുകളെ പ്രാപ്തരാക്കി വിട്ടതും ഒക്കെ ജ്യോതി സാറിന്റെ മാത്രം കഴിവാണ്. അദ്ദേഹം ഇപ്പൊ 90 വയസ്സിൽ എത്തി നിൽക്കുന്നു. അടുത്തിടെ അദ്ദേഹത്തിന്റെ മകള് സുനിതയൊക്കെ കൂടെ ചേർന്ന് അദ്ദേഹത്തിന്റെ നവതി ആഘോഷങ്ങൾ പന്തളത്ത് നടത്തിയിരുന്നു. അന്ന് ഞാനും നമ്മുടെ ഉണ്ണികൃഷ്ണ സാറും കൂടി അവിടെ പോയിരുന്നു. അപ്പൊ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾക്കൊരു ദുഃഖമാണ് തോന്നിയത്. ഇവിടെ വന്ന് നമുക്കിവിടെ നമ്മുടെ നാട്ടിലും നടത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം ഉണ്ടായി. അതിപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദമായി ഈ കലാസാംസ്കാരിക വേദിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പ്രൊഫസർ കുടശനാട് ചന്ദ്രശേഖരൻ. അദ്ദേഹം ഈ വീടിന്റെ ഉടമസ്ഥൻ കൂടിയാണ്. ഈ പ്രദേശത്ത് ജനിച്ചു വളർന്നാണ്. പന്തളത്ത് പോയിട്ടും കുടശനാടിന്റെ പേര് മറന്നിട്ടില്ല. അദ്ദേഹം കുടശനാട് ചന്ദ്രശേഖരൻ എന്നുള്ള പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ആകാശവാണിയിലൂടെ ആയാലും കവിതാ സമാഹാരങ്ങളിലൂടെ ആയാലും മറ്റ് സാഹിത്യ പ്രസിദ്ധീകരണങ്ങളിലൂടെ ആയാലും ചില പ്രതിഷ്ഠ നേടിയ അധ്യാപനം എന്നുള്ള നിലയിലും വാഗ്മി എന്നുള്ള നിലയിലും അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ ഈ കണ്ടീഷനിൽ കാണുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തെ ഞാൻ കലാസാംസ്കാരിക വേദിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. പിന്നീട് ശ്രീ വർഗീസ് ശക്തമംഗലം. നമുക്കറിയാം, ഒറ്റ മഹാകാവ്യകൃതിയിലൂടെ ജ്ഞാനോദയം എന്ന ഒരു മഹാകാവ്യകൃതിയിലൂടെ മഹാകവി പട്ടം അങ്ങോട്ട് തേടിയെത്തിയ ഒരാളാണ് നമ്മുടെ വർഗീസ് ശക്തമംഗലം. അദ്ദേഹം ഈ ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി അദ്ദേഹത്തിന് ഇടപെടണമെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സഹായിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ അവസ്ഥയാണ്. എങ്കിലും ഇതിൽ പങ്കെടുക്കണം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ അത്യാവശ്യമായി പങ്കെടുക്കണമെന്നുള്ളതാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അദ്ദേഹം ഇവിടെ എത്തി. അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. അതുപോലെ ഞാൻ അതുകൊണ്ട് എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കലാസംസ്കാരികൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡോക്ടർ KP രാജേന്ദ്രൻ. അദ്ദേഹം ഇവിടെ ആർക്കും അടുത്ത പ്രദേശത്ത് ആർക്കും പരിചയപ്പെടുത്തൽ ആവശ്യമുള്ള ആളല്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിലധികമായി അദ്ദേഹം നമ്മുടെ ആരോഗ്യ രംഗത്ത് സേവനം വർദ്ധിച്ചു വരികയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇനി പറയാൻ പോകുന്നതല്ലേ ആർക്കും ഒരു സ്വാഗതം പോലും ആവശ്യമില്ലാത്ത ആളാണ് കുടശനാട് കനകം. ഇവിടുത്തെ കുറച്ചുപേര് ഞാനിനോട് സ്നേഹമുള്ള കുറച്ചുപേരുണ്ട്. അവരൊക്കെ പേരിനോട് ചേർത്ത് കുടശനാട് എന്ന് ചേർത്ത് വിട്ടുന്നവരാണ്. അതിലൊന്നാണ് ഗംഗാധര സാറ്, ഒന്ന് കുടശനാട് കനകം, കുടശനാട് ഉണ്ണികൃഷ്ണൻ, കുടശനാട് കമലൻ, ഇങ്ങനെ പറഞ്ഞ് കുറെ കുടശനാട്ടുകാരുണ്ട്. കുടശനാട് ജേക്കബ്
അപ്പൊ ഞാൻ ഈ ജേക്കബിനെ പണ്ട് വരെ അറിയാമെങ്കിലും പുറത്തു പോയപ്പോൾ അദ്ദേഹം കുളസിലാണ് അതിന്റെ കൂടെ ചേർത്തു എന്നുള്ളത് ഞാൻ ഈ സംഭവം ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട ജേക്കബ് കുളസിലാണ്. അങ്ങനെ ഒരുപാട് പേര് കുളസിലാടുമായിട്ട് ബന്ധപ്പെട്ട് ജി ഭാർഗവനുള്ള കുളസിലാട് വെച്ചാണ്. കുളസിലാട് ജി ഭാർഗവത്തിലാണ്. അപ്പൊ അങ്ങനെ കുളസിലാടിനോട് സ്നേഹമുള്ളവരെല്ലാം ആ പേര് എങ്ങനെയെങ്കിലും പ്രൊജക്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തില് പേര് കൂടെ ചേർത്താണ് അറിയപ്പെടുന്നത്. അപ്പൊ ഞാന് ഹാർദമായി ശ്രീമതി കുടസിനാട് കനകത്തെ മുഖേനയൊന്നും വേണ്ടാത്ത കുടസിനാട് കനകത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ ആദ്യകാല നാടകനടി ശ്രീമതി രാധാമണി, കുടസിനാട് രാധാമണി. കുടസിനാട് രാധാമണി ആദ്യകാലങ്ങളിൽ ഈ പ്രദേശത്ത് നടന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആർട്സ് ക്ലബുകളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള നാടകങ്ങളിലെല്ലാം തന്നെ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. പിൽക്കാലത്ത് നമുക്കറിയാം ഈ രംഗത്തൊക്കെയുള്ള മത്സരത്തിന്റെ കാഠിന്യം കൊണ്ട് അവർക്ക് പിടിച്ചെടുക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞ കാണത്തില്ല, അല്ലെങ്കിൽ അവർ വിവാഹമൊക്കെ കഴിച്ച് അവർക്ക് അവരുടെ കുടുംബം സെറ്റപ്പ് ചെയ്യേണ്ടതുകൊണ്ട് ഈ രംഗത്തുനിന്ന് മാറിയുള്ളതാകാം. കുടസിനാട് രാധാമണിയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് അതും ഇങ്ങനെയുള്ള ആളാണ്. നമുക്ക് ആരുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. കോഴിക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ മാത്രം നോക്കിയാൽ മതി. നമ്മുടെ TG ഗോപിനാഥനുള്ള സാർ, ഗോപി സാറിന് വിളിക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. ആ സ്കൂളിൽ ഒരിക്കലെങ്കിലും പോയിട്ടില്ലാത്തവർ ഈ സ്കൂളിൽ ഈ പ്രദേശത്തൊക്കെ ഉണ്ടാവുകയില്ല എന്ന് എനിക്കറിയാം. കേരളത്തിൽ ഇത്രയധികം അവാർഡുകളും ഇത്രയധികം സമ്മേളനങ്ങളും നടന്ന ഒരു സ്കൂള് വേണമെങ്കിൽ അതൊരു പബ്ലിക് സ്കൂൾ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് സ്കൂൾ എന്ന് പറയാവുന്ന തരത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അദ്ദേഹമാണ്. അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം വളരെ എളിമയോട് പറയും, ഞാനുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഞാനൊരു മാസ്റ്ററായിരുന്നു, അല്ലെങ്കിൽ അധ്യാപകനായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതെല്ലാം അവിടെ നടന്നു. അദ്ദേഹം അതെല്ലാം മേൽനോട്ടം വഹിച്ചു. അങ്ങനെ ആ സ്കൂളിലെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലെ കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി ഉയർത്താൻ അദ്ദേഹം കഴിഞ്ഞു. നമ്മുടെ പ്രദേശങ്ങളിലുള്ള കുട്ടികളൊക്കെ അവിടെയാണ് പോയി വിദ്യാഭ്യാസം നേടുന്നത് എന്നുള്ളത് എടുത്തു പറയത്തക്ക കാര്യമാണ്. അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. അദ്ദേഹത്തിനാണ് ഹാർദമായി സ്വാഗതം ചെയ്യുന്നത്. അടുത്തത് കുടസിനാടിൽ നിന്ന് പോയി തമിഴ്നാട് വെട്ടിപ്പിടിച്ച ശ്രീ സോമൻ മാത്യു പൊള്ളാച്ചി. ശ്രീ സോമൻ മാത്യു ഇവിടുന്ന് കുറെ കാലമായാലും 40 വർഷമായിട്ട് അവിടെ പോയി നമ്മൾ ഇരുന്നില്ല. അവിടുത്തെ കർഷകരെ സംഘടിപ്പിച്ചു. സ്വയം കർഷകനായി മലയാളി അസോസിയേഷൻ ഉണ്ടാക്കി, അതിന്റെ പ്രസിഡന്റായി, കേരള ലോകസഭാംഗമായി, അങ്ങനെ എല്ലാ നിലയിലും അവിടെ എടുത്തു പറയത്തക്ക നിലയിൽ അദ്ദേഹം ഉയർന്നു വന്നു. അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും കലാ സാംസ്കാരിക വേദിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ജേക്കബ് കുളസിനാട് അദ്ദേഹത്തിന്റെ സഹോദരനാണ് അത് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ളത്. ജേക്കബ് കുളസിനാട് നമ്മുടെ പോക്കാട്ടിൽ വടക്കേരി അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ രാജു സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ രാജു സാറിന്റെ ഞാൻ ഹാർദമായി നമ്മുടെ രണ്ടുപേരും ഇതിലെ അർഹരാണ്. രണ്ടുപേരെയും ഞാൻ ഹാർദമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ കുടസിനാട് ജേക്കബ് വേൾഡ് മലയാളി കൗൺസിലിന്റെ അമേരിക്കൻ ചാപ്റ്ററിന്റെ അമേരിക്കൻ റീജിയന്റെ പ്രസിഡന്റ് ആവുന്നതായിട്ട് കൂടി ആലോചിക്കണം. വലിയൊരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണെന്ന് എടുത്തു പറയാതിരിക്കാൻ നോക്കില്ല. ഞാൻ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. പിന്നെ ജോൺസൺ കീപ്പള്ളി, അദ്ദേഹം ആത്മാർത്ഥമായി അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പരിപാടി ഈ ജനുവരി 10 മാറ്റിവെച്ചത് എന്നുള്ളൊരു ദുഃഖസത്യം കൂടിയുണ്ട്. കഴിഞ്ഞ മാസം നടക്കേണ്ട ഒരു പരിപാടിയാണ് അത് ജനുവരിയിലേക്ക് മാറ്റിവെച്ചത്. അദ്ദേഹത്തിനും കൂടെ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ദേശ സേവാ പുരസ്കാരം ലഭിച്ച അന്ന് മുതൽ ഞങ്ങൾ അദ്ദേഹത്തെ കൂടെ ആദരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പബ്ലിഷ് ഇന്നലെ ഇങ്ങനെ വരുവാൻ കഴിയില്ല. അതെന്തോ അത്യാവശ്യമായ കാര്യമുണ്ട്, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, ഇൻസ്പെക്ഷനാണ്, അതിന്റെ മതിയാവും. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത ശ്രീ ചാക്കോ ജോൺ ബ്യൂട്ടി
മോനച്ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചാക്കോ ജോർജുട്ടി വിദേശത്ത് ഇതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നാടകാഭിനയവും ഒക്കെ ആയിട്ട് ദീർഘകാലമായിട്ട് പുറത്തുള്ള ആളാണ്. സാമൂഹ്യ സേവനങ്ങളിലൊക്കെ മികച്ച സാന്നിധ്യമായിരുന്നു. ശ്രീ മോനച്ചൻ കോട്ടൂരിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി സ്പോൺസർ ചെയ്ത ചില സുഹൃത്തുക്കളുണ്ട്, വലിയ സുഹൃത്തുക്കളും സ്ഥാപനങ്ങളും ഉണ്ട്. അവരെല്ലാം ഞാൻ സ്മരിക്കുകയാണ്. മാർ ബസേലിയോസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിന്റെ MGM മുത്തൂറ്റ് ഹോസ്പിറ്റൽ നടത്തുന്ന ആ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾക്കും അതിന്റെ മാനേജിംഗ് ഡയറക്ടർക്കും ഞാൻ പ്രൊഫസറുടെ കലാ സാംസ്കാരിക വേദിയുടെ പേരിൽ ആത്മമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കുളസനാട് ശാഖയുടെ ഭാരവാഹികൾ ആ സ്ഥാപനത്തിന്റെ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ക്യാപിറ്റൽ കോംപ്ലക്സ് കുളസനാട്, അതുപോലെ സെന്റ് ജോർജ് MG ഫ്യൂവൽസ് കുരമ്പാല, ശ്രീ JJ കൺസ്ട്രക്ഷൻ ജമീ ഭവനം കുളസനാട്, AK ഏജൻസീസ് ഡ്രഗ് ഹൗസ് മെഡിക്കെയർ അടൂർ, അതുപോലെ കുടസനാട് തന്നെയുള്ള ഒരു വലിയ സ്ഥാപനം GKV ഫ്യൂവൽസ് കുടസനാട് ശ്രീ ജോർജ് കുട്ടി പണംതൊഴിലിന്റെ നേതൃത്വത്തിലുള്ളതാണ്. അവരെല്ലാം ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിന്റെ അടുത്തതായിട്ട് ഇവിടെ നമ്മുടെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ബഹുമാന്യായ ഡോക്ടർ ഫാദർ ഡാനിയൽ പുലേലിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആദ്യം തന്നെ വലയം സെക്രട്ടറി നിലയിലെ ഉയർന്ന നിലയിൽ എത്തിയ വിദേശരാജ്യങ്ങളിൽ പോലും പൗരോഹിത്യത്തെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും കലാ സാംസ്കാരിക വേദിയിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശ്രീ S മീര സാഹിബ് സാറിനെ നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹവും ഇവിടെ ആദ്യകാലങ്ങളിൽ വലയം സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മെമ്പറും സ്വരാജ് ഗ്രന്ഥശാലയുടെ പ്രസിഡന്റും ലൈബ്രറി കൗൺസിൽ അംഗവും അതുപോലെ റിട്ടയർഡ് സെയിൽ ടാക്സ് ഓഫീസർ, അതുപോലെ മുസ്ലിം ജമാഅത്തിന്റെ ആദികാളഗിരിയുടെ മഹൽ പ്രസിഡന്റ്. ആ നിലയിലൊക്കെ ദീർഘകാലമായി അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനം നടത്തി വരികയാണ്. അഖില കേരള പാലയം സംഘത്തിന്റെ രക്ഷാധികാരിയായും അദ്ദേഹം ദീർഘകാലമായി പ്രവർത്തിക്കുന്നു. ആരോഗ്യം പങ്കുവയ്ക്കാതെ തന്നെ നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സംഘടനയുടെ വൈസ് ചെയർമാനും ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനും ഈ നാട്ടിലെ പ്രശസ്തമായ മുട്ടേറ്റ് കുടുംബാംഗവും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ കോടതി നിയോഗിച്ച കമ്മീഷണറും കരക്കമ്മിറ്റിയുടെ രക്ഷാധികാരിയും കലാ സാംസ്കാരിക വേദിയുടെ വൈസ് ചെയർമാനുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നേരിട്ട് നമുക്ക് ഇന്ന് ഫ്രീയായി സംസാരിക്കാവുന്ന നമുക്ക് ഉപദേശങ്ങൾ നൽകുന്ന ശ്രീ അഡ്വക്കേറ്റ് ശശികുമാർ സാറിനെ ഞാൻ സാംസ്കാരിക വേദിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ കലാ സാംസ്കാരിക വേദിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ കുടസിനാണ്. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അമൽ പ്രോഗ്രാം ഏജൻസിയുടെയും അതുപോലെ ആലപ്പുഴ അമൽ കമ്മ്യൂണിക്കേഷൻസിന്റെയും മുഖ്യ സാരഥിയാണ്. കലാ സാംസ്കാരിക വേദിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അല്ലാതെയും ഈ പ്രദേശത്ത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ദീർഘകാലമായി ഏർപ്പെട്ടിരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് സ്വാഗതം പറയാനുള്ളത് സാക്സോഫോണിന്റെ ഒരു കലാകാരനുണ്ട്, ജോയി ഈശ്വരനാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടെ തിരുവാതിര അവതരിപ്പിക്കുന്നതിന് വേണ്ടി മാവേലിക്കര മങ്കുഴി എന്ന പ്രദേശത്ത് നിന്ന് 2 ടീമുകളെ എത്തിച്ച് ഇവിടെ മനോഹരമായ തിരുവാതിര അവതരിപ്പിച്ച ശ്രീമതി സിന്ധു ചേലക്കോടിനെയും അവരുടെ കൂടെ എത്തിയിട്ടുള്ള ഉത്രാടം തിരുവാതിര സമിതി വടക്കേ മങ്കുഴിയെയും ശ്രീ ദുർഗ തിരുവാതിര സമിതി അത് വടക്കേ മങ്കുഴി 2 കൂട്ടരെയും ഞാൻ ഓരോരുത്തരെയും വ്യക്തിപരമായി ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ബാൻഡ് മേളത്തിന് ഇവിടെ എത്തിയ സെന്റ് സ്റ്റീഫൻസ് പബ്ലിക് സ്കൂളിലെ ബാൻഡ് ടീം
സെന്റ് സ്റ്റീഫൻസ് പബ്ലിക് സ്കൂളിന്റെ പ്രിയപ്പെട്ട കുട്ടികൾ അവരെ നമുക്ക് മനോഹരമായി അവതരിപ്പിച്ചു. ആ കലകളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞാൽ ആത്മമായി കൊടുക്കുന്ന കലാ സാംസ്കാരിക വേദികളിൽ അഭിനന്ദിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഭംഗിയായി ചെയ്തു തന്ന തിരുവനന്തപുരത്തിലെ ശിവ ഈവൻസ് രാജീവുള്ള അതിന്റെ കോൺട്രാക്ടർ ഇത് മനോഹരമായി ചെയ്തു തന്നു. ശ്രീ ശിവ ഈവൻസ് തിരുവനന്തപുരത്തെ ഞാൻ ഹാർദമായി ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. എംബളം ഡിസൈൻ ചെയ്ത ഏബൽ ബിനോയ് ജോർജിനെ കലാ സാംസ്കാരിക വേദി ഹാർദമായി അനുമോദിക്കുന്നു. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എംബ്ലം ഡിസൈൻ ചെയ്ത് തന്നത് ശ്രീ ബിനോയുടെ മകൻ കൂടിയായ ഏബൽ ബിനോയാണ്. ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഹാള് നമുക്ക് അനുവദിച്ചു തന്ന അഡ്വക്കേറ്റ് ശശികുമാർ പ്രത്യേക സ്വാഗതം ആവശ്യമില്ലെങ്കിലും ഞാൻ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ കുഴിക്കാട് മോനച്ചൻ അദ്ദേഹം ഭക്ഷണം നമുക്ക് തയ്യാറാക്കി തരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഈ മാസ്റ്റർ ഓഫ് സെറിമണിയായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ രാജീവ് വേണാട്, അതുപോലെ ശ്രീമതി നിധി ബിനോയ്, ഇവരെയൊക്കെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനിയായ ആദരണീയായ പഞ്ചായത്ത് പ്രസിഡന്റ്, നമുക്ക് സ്വന്തമായ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നേരത്തെ സ്വാഗതം ആശംസിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിൽ നടക്കുന്നതിന് മുമ്പ് ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ വേദിക്ക് പുറത്ത് ഇരിക്കുന്ന എല്ലാവരും വാസ്തവത്തില് എല്ലാവരും പേരെടുത്ത് പറഞ്ഞ് ആദരിക്കപ്പെടേണ്ടവരും അതുപോലെ അനുമോദിക്കപ്പെടേണ്ടവരുമാണ്. ഓരോ അവരവരുടേതായ രംഗങ്ങളിലെല്ലാം വളരെ മികച്ച നിലയിൽ സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഇവരെയെല്ലാം ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. കുടശനാട് കലാ സാംസ്കാരിക വേദിയുടെ എല്ലാ അഭിനന്ദനങ്ങളും നിങ്ങൾ അറിയിക്കുന്നു, ഞാനത് നൽകുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ടേബിൾ പ്രസാദ്, അദ്ദേഹമാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള പ്രദേശങ്ങൾ മാത്രമല്ല ഏരിയ കോർപ്പറേഷൻ കുറേക്കൾ വികസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ഈ പരിപാടി ഇന്നലെ മിനിയാന്ന് മുതലാണ് അദ്ദേഹം സാറിന്റെ ഒരു ഇതോടുകൂടി ആണവ പ്രഭാഷണത്തോടുകൂടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ലോകം മുഴുവനായി നമ്മുടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ടേബിൾ പ്രസാദ് നമ്മുടെ പിയാവയാണ്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഹർമാൻ സ്റ്റുഡിയോ അദ്ദേഹം നമ്മുടെ പരിപാടികളെല്ലാം കവർ ചെയ്തു. അദ്ദേഹത്തെ ഞാൻ ഹാർദമായി, അദ്ദേഹം നമ്മുടെ മെമ്പറാണ്, അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ അഡ്വൈസറി ബോർഡിൽ ഉള്ള ബഹുമാന്യനായ ഫാദർ ഡാനിയൽ പിള്ളേര്, ശ്രീ പി അരവിന്ദാസമുള്ള ഹരീസരി, ശ്രീ ആർ വിശാഖനുള്ള പാപ്പാടിയിൽ, ശ്രീ എസ് ഭാർഗവനുള്ള അശ്വതി, ശ്രീ ജോൺ മാത്യു തറയിൽപുത്തൻവീട്, ശ്രീ എൻ സത്യദേവൻ സൺബീം, ഡോക്ടർ കെ സി രാജു കോട്ടൂർ എന്നിവരെയും അതുപോലെ നമ്മുടെ ബോർഡ് അംഗങ്ങളായിരിക്കുന്ന ശ്രീ രാജു വലക്കമറ്റം, ആർ സോമൻപിള്ള പപ്പാടിയിൽ, ശ്രീ ആർ രഘുനാഥൻ എക്സ് പഞ്ചായത്ത് മെമ്പർ, രാജീവ് വേണാട്, ബാബു വർഗീസ് പുളമൂട്ടിൽ, ബാബുക്കുട്ടി കെ തോമസ് പൊക്കട്ടോളക്കേതിൽ, അജിത് കുമാർ അരുണാലയം, സന്തോഷ് കോലേത്ത്, മാത്യു തോമസ് ജോയില്ല എന്നിവരെയും ഇതിന്റെ എല്ലാം നടത്തിപ്പുകാരായ ഭാരവാഹികളായ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങളായ ഡോക്ടർ ജോൺ പനിക്കൽ, അഡ്വക്കേറ്റ് കെ ശശികുമാർ, ശ്രീ കുടശ്ശനാട് മുരളി, ശ്രീ കെ എം ജോയി കോട്ടൂർ, ശ്രീ കുടശ്ശനാട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ബിനോയ് പി ജോർജ് കോളക്കൽ, സുബി പാപ്പച്ചൻ, സംഗീവ് വർഗീസ് കൊച്ചുതെക്കേതിൽ, കുടശ്ശനാട് പ്രസാദ്, എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായി അന്താരാഷ്ട്ര മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് പ്രഗത്ഭനായ കൗൺസിലർ, മിഡിൽ ഈസ്റ്റ് ബഹ്റൈൻ ദൃശ്യമാധ്യമ രംഗത്ത് ശക്തമായ സാന്നിധ്യമായിരുന്ന നമ്മുടെ നാടിന്റെ അഭിമാനം ഡോക്ടർ ജോൺ പനിക്കൽ അവരുടെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ, അഭിമന്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സന്ധ്യാവന്ദനം. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വിജയമന്ത്രധ്വനി മുഴങ്ങുന്ന കുടശനാടിന്റെ ഈ പുണ്യഭൂമിയിൽ രൂപം കൊണ്ട സാംസ്കാരിക കലാവേദിയുടെ പ്രൗഢമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ ജനസേവന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഈ നാടിന്റെ താരങ്ങളെ ആദരിക്കുന്ന ഈ അസുലഭമായ അവസരത്തിൽ നമ്മുടെ പ്രിയങ്കരിയായ പാലമേൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റു വിശിഷ്ട ജനപ്രിയ പ്രതിനിധികളെയും ബഹുമാനപൂർവം അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകളാൽ ആശ്ലേഷിക്കുന്ന മഹനീയമായ ഈ വേളയിൽ ഈ അധ്യക്ഷ വേദിയിൽ നിന്ന് സംസാരിക്കുവാൻ ലഭിച്ച ഈ അവസരത്തിനായി ഒത്തിരി 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 കടപ്പാടുണ്ട് സ്നേഹിതരെ. ഈ സദസ്സ് വിശ്വവിഖ്യാതനായ ഈ നാടിന്റെ അഭിമാനമായ ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജുകുമാറിന്റെയും ദേശീയ പുരസ്കാര ജേതാവായ നാടക സീരിയൽ നടനവേദിയുടെ കുലപതി ശ്രീ തോമ്പിൽ രാജശേഖരൻ അവറുകളുടെയും നിറസാന്നിധ്യത്താൽ ഇപ്പോൾ ധന്യമാണ്. ഈ കൊച്ചു ഗ്രാമത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ സമ്മാനിക്കുവാൻ സാധിച്ചതിലൂടെ പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൂസുമ്മ ചാക്കോയെയും ഈ നാടിന്റെ മുഖമുദ്രയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ജസ്റ്റിൻ ജേക്കബിനെയും ബഹുമാനപ്പെട്ട പാലമേൽ ഗ്രാമപഞ്ചായത്ത് പുലിക്കുന്നിൽ വാർഡ് മെമ്പർ ശ്രീ ആർ ശശിയെയും പന്തളം നഗരസഭ കൗൺസിലറായ ശ്രീമതി സുനി സാജുവിനെയും ഈ നാട് ഇപ്പോൾ ആദരിക്കുകയാണ്. നാടകരംഗത്ത് നടൻ, സംവിധായകൻ എന്നീ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ശ്രീ ഒ ജോർജ് ചാണാരായത്തിൽ കലാരംഗത്തെ എന്റെ പ്രിയങ്കരനായ ഗുരുനാഥൻ, കവിയും വാഗ്മിയും ഗ്രന്ഥകാരനും അധ്യാപക ശ്രേഷ്ഠനുമായ എന്റെ റോൾ മോഡലായ പ്രൊഫസർ കുടശനാട് ചന്ദ്രശേഖരൻ, ഈ മുറ്റത്തെ ഓരോ മണൽത്തരിക്കും അധ്യാപനത്തിന്റെ സംസ്കാരമുണ്ടെന്ന് ഞാൻ പറയാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ നാടിനെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ കുടുംബം മുഴുവനായി പ്രയത്നിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ നാം ഓരോരുത്തരും ഓർക്കണം. ആ മണ്ണിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതിനെന്റെ പ്രിയങ്കരനായ ശശിഭാഗിന് ഞാൻ നന്ദി പറയുന്നു. ജ്ഞാനോദയം മഹാകാവ്യ രചയിതാവ് മഹാകവി വർഗീസ് ശക്തിമംഗലം, കുടശനാടിന്റെ ആരോഗ്യ സേവന രംഗത്ത് അരനൂറ്റാണ്ട് നിറഞ്ഞു നിന്ന സിമിലിയ ഡോക്ടർ കെ പി രാജേന്ദ്രൻ, പ്രശസ്ത നാടക ചലച്ചിത്ര നടി എന്റെ ശിഷ്യ കൂടിയായ ശ്രീമതി കുടശനാട് കനകം,
കുടുംബനാട്ടെ ആദ്യകാല നാടക നടി പ്രസിദ്ധയായ കുടുംബനാട് രാധാമണി സംസ്ഥാന ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ ടി ജി ഗോപിനാഥൻ പിള്ള സാർ, ലോക കേരള സഭാംഗവും തമിഴ്നാട് മലയാളി സമാജം പ്രസിഡന്റുമായ എം കെ സോമൻ മാത്യു പൊള്ളാച്ചി, വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്കൻ റീജിയന്റെ പ്രസിഡന്റ് ശ്രീ ജേക്കബ് കുടശനാട്, 2025 മഹാത്മാഗാന്ധി ദേശസേവ പുരസ്കാര ജേതാവ് ശ്രീ ജോൺസൺ കീപ്പള്ളി, ദേശീയ അന്തർദേശീയ അവാർഡ് നേതാവും അറിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനും സേവകനും വിവിധ കലാവല്ലഭനും ഇന്ത്യയൊക്കെ മുകളിൽ പേര് വരേണ്ടിയിരുന്ന പ്രായം കൊണ്ട് അവസാനം പറയുന്ന ഒരു വ്യക്തിയാണ് കോട്ടൂർ മോനച്ചൻ അല്ലെങ്കിൽ ശ്രീ ചാക്കോ ജോർജ്. അദ്ദേഹം എന്നിവരെ ഞാനിപ്പോൾ സ്മരിക്കുന്നു, ആദരിക്കുന്നു. ഈ അവസരത്തിൽ ഈ സംഘടനയുടെ ഉപദേശക സമിതി അംഗങ്ങളായ ശ്രീമാന്മാരായ പി അരവിന്ദാശ്വരം പിള്ള സാറ്, ബഹുമാന്യനായ റവറൻ ഫാദർ ഡാനിയേൽ പുലിയച്ചൻ, ശ്രീ ആർ വിശാഖം പിള്ള സാറ് പാപ്പാടിയിൽ, ശ്രീ എസ് ഭാർഗവൻ പിള്ള സാറ്, ജോൺ മാത്യു സാർ പറയിൽ പുത്തൻവീട്, ശ്രീ എൻ സത്യദേവൻ, ഡോക്ടർ കെ സി രാജു സാർ കോട്ടൂർ എന്നീ മഹൽ വ്യക്തികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സ്പോൺസർഷിപ്പ് തന്ന 7 പേരുണ്ട്. സ്വാഗത പ്രസംഗകൻ അവരെല്ലാം പരാമർശിച്ചു കഴിഞ്ഞു. ഞാൻ ഇനിയും സമയമെടുത്ത് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അരോചകമാകുന്നതിന് മുമ്പ് രോദനം നിർത്തുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ നിങ്ങളുടെ സ്നേഹ ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങുവാൻ വന്നിരിക്കുന്ന ഈ മാന്യ വ്യക്തികളുടെ പാതാരബന്ധങ്ങളിൽ സുരഫലങ്ങളായി ശൂശാന പുഷ്പങ്ങളെ കൊണ്ടുള്ള ഹൃദയത്തിന്റെ നൈർമല്യ ഭാഗത്തു നിന്നുള്ള പുഷ്പഹാരം സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ചെയർമാൻ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ അനുഗ്രഹീത വാക്കുകൾക്ക് നന്ദി. ചലച്ചിത്ര രംഗത്തെ അന്വേഷണത്തിനൊടുവിൽ ഓസ്കാർ പടിവാതിൽ വരെ എത്തി നിൽക്കുന്ന ഈ കൊച്ചു കുടശനാടിന്റെ അഭിമാനം, നമ്മുടെ ഏവരുടെയും അടുത്ത സ്നേഹിതൻ ഡോക്ടർ ഡി ബിജു കുമാറിനെ കുടശനാട് കലാ സാംസ്കാരിക വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നതിന് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. തിരിച്ച് എടുക്കണേ. നമ്മളിത് ലൈവ് നോക്കണം കേട്ടോ. ലൈവ് നിങ്ങൾ
ഡോക്ടർ ബിജുകുമാറിന്റെ വാക്കുകൾക്കായി കാതോർക്കാം. ഈ സദസ്സിൽ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നത് ഏറ്റവും അനുചിതമായ ഒരു കാര്യമാണ് എനിക്കറിയാം. പ്രധാനപ്പെട്ട ഒന്നൊരു കാര്യങ്ങൾ, ഒന്ന് വേദിയിൽ ഇരിക്കുന്നതും സദസ്സിലിരിക്കുന്നതും എനിക്കേറെ ബഹുമാനമുള്ള, എനിക്കേറെ പ്രിയമുള്ള ആളുകളാണ്. എന്നേക്കാൾ എത്രയോ സീനിയറായ, എന്നേക്കാൾ എത്രയോ കാലം മുമ്പ് കലാരംഗത്തും സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ ഇടപെട്ട ആളുകളാണ്. അവർക്ക് മുന്നിൽ എന്തെങ്കിലും കൂടുതലായി പറയുക എന്നുള്ളതിന് ഞാൻ പ്രാപ്തനായ ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വേദിയിൽ ഇരിക്കുന്നവരിലും സദസ്സിലും അത്രയേറെ ബഹുമാനമുള്ള ആളുകളാണ് ഒപ്പമുള്ളത്. അതുകൊണ്ട് മാത്രമല്ല, അതിൽ പലരെയും ശാരീരികമായി ഒക്കെ ഉള്ള അവസ്ഥകൾ ഉള്ള ആളുകളാണ്. അവരെ ദീർഘനേരം ഇരുത്തുക എന്നതും ഒരു സുജനമര്യാദയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉദ്ഘാടന പ്രസംഗം നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഒരു സന്തോഷമുണ്ടായി ചില വീടുകളിൽ കുറച്ചുനാട്ട് കുറേ കാലം കൂടി ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നു. ഓരോ സ്ഥലത്തും വിളിക്കാറുണ്ടെങ്കിലും പലപ്പോഴും പരിമിതമായ സിനിമകളൊക്കെ വരട്ടോ. സിനിമകൾ വരപ്പ് മാത്രം ആയതുകൊണ്ടാണെങ്കിൽ കുറച്ച് സമയം കിട്ടുകയാണ്. ഔദ്യോഗികമായ തിരക്കുകൾ കൂടി ഉള്ളതുകൊണ്ട് അത് രണ്ടിനും ഇടയിൽ പെട്ടുപോയതുകൊണ്ട് പലപ്പോഴും ആ സമയത്തൊക്കെ പല സൗകര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഇത്തവണ തീർച്ചയായിട്ടും എത്തും എന്ന് പറയുകയും എത്താൻ സാധിക്കുകയും ചെയ്തു. ഒത്തിരി കാലത്തിന് ശേഷമാണ് എല്ലാവരെയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അതൊരു വലിയ സന്തോഷം. പിന്നീട് ഇവിടെ ആദരിക്കുവാനായി ഉള്ള ആളുകളൊക്കെ തന്നെ എനിക്ക് വേറെ പ്രിയപ്പെട്ട ആളുകളാണ്. പ്രത്യേകിച്ച് ഇരിക്കുന്നത് അനിൽ ഡോക്ടർ ഇരിക്കുന്നു, സാറുണ്ട്, ദേവി സാറുണ്ട്, അങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ജേക്കബച്ചാൻ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹം പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഇതിലെങ്കിലും ചേട്ടൻ അയച്ചാനുണ്ടാവും വിളിക്കാനുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളോടൊപ്പം ഒക്കെ എന്നോടൊപ്പം ഒക്കെ കലാപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ രാജ്യവും സഹിക്കാനും ഉൾപ്പെടാനുള്ള ഒത്തിരി ആളുകൾ ഞങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെ ഒരു സദസ്സാണ്. അപ്പം ഈ ജോൺ പണിക്കർ സാറിനൊക്കെ ഉള്ള ഒരു വേദിയിൽ തൊണ്ടിൽ രാജശേഖരൻ ചേർന്ന് ഒക്കെ ഉള്ള ഒരു വേദിയിൽ അധികം സംസാരിക്കുന്നില്ല. ഞാൻ കുറച്ചായിട്ട് എനിക്ക് തോന്നുന്നു ഈ ആദ്യം നമ്മുടെ മുരളി സാർ പറഞ്ഞ കുറേയേറെ ക്ലബ്ബുകളുടെ പേര് പറഞ്ഞു. ആ ക്ലബ്ബുകളുടെ പേര് പറഞ്ഞപ്പോൾ എനിക്കൊന്നും അതിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ ക്ലബ്ബുകളിലും ഞാൻ അംഗമായിരുന്നു. ആദ്യം കുറച്ചായിട്ട് ഉണ്ടായിരുന്ന സ്റ്റാർലൈറ്റ് ആദ്യത്തെ റേഡിയോ ക്ലബ്ബാണ്. കുറച്ചായിട്ട് ആദ്യത്തെ റേഡിയോ ക്ലബ്ബാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റേഡിയോയിൽ ആദ്യമായിട്ട് പരിപാടി എടുക്കുന്നത് ഞാൻ ചർച്ചകളിലൂടെയാണ് തിരുവനന്തപുരത്ത് സൈറ്റാനൊക്കെ ഉണ്ട്. എല്ലാം കൂടെയാണ് തിരുവനന്തപുരത്ത് പോകുന്നതും. അന്ന് കുറച്ചായിട്ട് ക്ലബിലെ ആദ്യത്തെ പരിപാടി റേഡിയോയിൽ വരുന്നതാണ്. ആ പരിപാടി തുടങ്ങുന്ന ഒരു കഥയോടുകൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥയായിരുന്നു ആദ്യം ആ പരിപാടിയിൽ ഉൾപ്പെട്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ജേക്കബച്ച അമേരിക്കയിൽ കാസറ്റ് വന്നു. അതിൻ്റെ ഒരു ഓഡിയോ കാസറ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു ഗൃഹാതിരിത്വമുണ്ട്. അത്രയും നാളെ മുമ്പ് അന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു 5-6 ആയിരിക്കും. അതായിരുന്നു നമ്മൾ 5 കണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ആ സമയത്ത് 5-6 ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയച്ഛൻ്റെ ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബാലജന സഖ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രശ്നത്തിലേക്ക് വരുമ്പോൾ പിന്നീടുള്ള ക്ലബ്ബുകൾ, മാർജിൻ ക്ലബ്ബ്, ബാലജന സഖ്യങ്ങൾ, പിന്നീട് ക്രിക്കറ്റ് ക്ലബ്ബുകൾ, അങ്ങനെ ഒട്ടേറെ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ആ ക്ലബ്ബുകളൊക്കെ കൂടി ഒരു ഭാഗമാകാൻ കഴിയുന്നു. പിന്നീടാണ് അതൊക്കെ എനിക്ക് ഒരുപക്ഷെ പിന്നീട് സിനിമയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടായ കൈമുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഓർമ്മകളുള്ളൊരു മണ്ണ് കൂടിയാണ്. എല്ലാവർക്കും ഇവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊരു വേദി ഉണ്ടാവുകയും ഇത്രയും ആളുകളെ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു വേദിയിലൊരു വളരെ അടുപ്പമുള്ള കുറേ ആളുകൾ ചേർന്ന് ഈ സൗഹൃദ വേദിയിൽ അത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രധാനമാണ്. അതുകൊണ്ട് ആ ചടങ്ങിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും, എല്ലാ ഇഷ്ടപ്പെട്ടവർക്കും സീനിയേഴ്സിനും ഒക്കെയുള്ള ആശംസയും നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട്
ഏറെ ഗൃഹാതുരത്വത്തോടെ ഉടശനാടിനെ സ്മരിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് ഈ യോഗം ധന്യമാക്കിയ പ്രശസ്ത ചലച്ചിത്രകാരൻ എൻ്റെ സഹപാഠി കൂടിയായ ഡോക്ടർ വിജയനാണ് പ്രത്യേകമായി നന്ദി അർപ്പിച്ചത്. ഇപ്പോൾ ഒരു ചെറിയ ഗാനമാണ് നമ്മുടെ ഓ ജോർജ് സാറിൻ്റെ പ്രിയപുത്രി ശ്രീമതി സുനിതയുടെ ഒരു ചെറിയ ഗാനം. സുനിതമാമിനുള്ള നന്ദി അറിയിക്കുന്നു. 5 ദശാബ്ദമായി പ്രൊഫഷണൽ നാടക രംഗത്ത് അതുല്യമായി നിലകൊള്ളുന്ന നല്ല നടനുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ കരഗതമാക്കിയ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ തോപ്പിൽ രാജശേഖരൻ അവരുടെ കലാ സാംസ്കാരിക വേദിയുടെ പ്രസക്തി എത്രമാത്രം ആവശ്യമെന്ന് ബോധ്യപ്പെടുത്താൻ മുഖ്യ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിക്ക് പുനർലഭിക്കുന്ന മഹാപുരുഷങ്ങളെ, പ്രിയപ്പെട്ട കുടശനാട്ടുകാരി, അതല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളതാണ്. ഇവിടെ വിശദീകരിച്ച കൂട്ടത്തിൽ കുടശനാട് കലാസാംസ്കാരിക സമിതിയുടെ ഒക്കെ കലാപ്രതിഭകളെയും ജനപ്രതിനിധികളെയും ആദരിക്കാൻ മുരളീസാറ് വിശദീകരിച്ച് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ തൊഴിത്തലുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഒരു വയനാട്ടിൽ. സന്തോഷം തോന്നുക. കുടശനാടിന്റെ മണ്ണിൽ ഒരുപാട് തവണ ഒരുപാട് പ്രാവശ്യം ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. കുടശനാടിന്റെ ഗസത്തെ പല പരിപാടികൾക്കും ഇവിടെയുള്ള ഒരുപാട് പേരെ കുറിച്ച്
വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കുഞ്ഞമ്മ ഈ സ്കൂളിൽ ടീച്ചറായിരുന്നു. അവരുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ അന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് തുടങ്ങിയ ഒരു ബന്ധമുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ചുനാട്ടുകാരോട് ഒരു പ്രത്യേക സ്നേഹവും ഒക്കെ. ഒട്ടും ഭൂരിപക്ഷത്തിലും വർഗീയ വികാരങ്ങൾ കുറവാണ്. ജാതി കൂടുതൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പലരും പരസ്പരം സ്നേഹിക്കുന്നത് ജാതി നോക്കാതെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു നാടാണ് അത് കുറച്ചിലാണ്. പലരെയും ഞാൻ കാറ്റഗറിയിൽ എടുത്തു നോക്കിയിട്ടുണ്ട്. പലരുടെയും വർത്തമാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെ സന്തോഷം തോന്നുക. അങ്ങനെ തുടങ്ങിയ ബന്ധമായി എനിക്കും ഈ നാടുമായിട്ട്. അത് നോക്കി വന്നവരല്ല, കലാകാരൻ എന്ന പേരിൽ വന്നതാണ്. ഇത്രയും പ്രഗത്ഭരായ വിശ്വവിഖ്യാതരായ പ്രശസ്തരായ ആൾക്കാരുടെ ഇടയിൽ വന്നത് രണ്ട് വാക്ക് സംസാരിക്കാൻ അത് മുഖ്യപ്രഭാഷകനാണ് എന്റെ പേരിൽ വെച്ചത്. എനിക്ക് പ്രഭാഷണം പറയാൻ അറിയാത്ത എന്റെ മുഖ്യപ്രഭാഷകനാക്കിയ ഇത്രയും പ്രതിഭകളുടെ ഇടയിൽ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് മറ്റു പരിപാടികൾ പോലെ വന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ എന്നൊക്കെയാണ്. ഇത് ആരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്. വെറും ഒരു സാധാരണ നാടകക്കാരനായ ഞാൻ 10ാം ക്ലാസ് കുത്തി പാതായി നാടകക്കാരനായി മാറിയ ഞാൻ ഇത്രയും വിദ്യാസമ്പന്നരായ പ്രതിഭകളുടെ ഇടയിലിരുന്ന് സംസാരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്. പക്ഷെ കിട്ടിയ അവസരം പറയണം, അവനാ നാടകക്കാരൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരികളുണ്ട്, അപ്പുറവും ഇപ്പുറവും. ഒരു കനകമ്മയും ഒരു രാധാമണിയും നാടകക്കാരാണ്. അതിലും വലിയൊരു നാടകക്കാരനുണ്ട്, ജോർജ് സാറ്. ഞാൻ കേട്ടിട്ടുള്ളത് ഈ കുറച്ചിനാളിന്റെ മണ്ണിൽ പലരെയും പ്രഗത്ഭരാക്കിയ ഗുരുസ്ഥാനീയരായ നൂറുകണക്കിന് കുട്ടികൾക്ക് നാടകം പറഞ്ഞു കൊടുത്ത് വളർത്തിയ ഗുരുസ്ഥാനീയരായ ജോർജ് സാർ. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുടെ മുന്നിലൊക്കെ വന്നിരുന്ന് സംസാരിക്കാനൊക്കെ കിട്ടുന്ന ഭാഗ്യം ഈ 70ാമത്തെ വയസ്സിൽ എനിക്കും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ നാട്ടിൽ വന്നു കഴിഞ്ഞ് എന്ത് പ്രഭാഷണം നടത്താൻ. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നിങ്ങളെ പോലെയുള്ള പ്രതിഭാധനന്മാരുടെ ഇരുന്ന് സംസാരിക്കാനും പങ്കെടുക്കാനും അതിലൂടെ പലതും അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം കിട്ടുമ്പോൾ അത് കളയാതെ മുതലാക്കിയെടുക്കണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലായിട്ടാണ് ഞാനിത് ഒന്നിരുന്ന് ആലോചിച്ചു ഇവിടെ നോക്കിയപ്പോൾ ആരും ശ്രദ്ധിച്ചു കാണത്തില്ല. ഇരിക്കുന്നതന്നെ ഒരു 40ന് മുകളിലോട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 50ന് മുകളിലോട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 30ന് കേൾപ്പിട്ട് ഉള്ളവരേ ഉള്ളൂ. ഇവിടെ 16, 20, 25 വയസ്സുള്ള പിള്ളേരിവിടെ ഒരെണ്ണത്തിനെ കാണിക്കാനില്ല. ഈ പുതിയ തലമുറയിലെ ഒരെണ്ണത്തിന് ഇവരെ എവിടെ പോവാം ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? വളർത്തിവിടുന്ന മാതാപിതാക്കൾ ചിന്തിക്കേണ്ടതാകും. ഒരു നെറികെട്ട സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുക. അച്ഛനെ കൊല്ലുന്ന മകൻ, മകനെ വെട്ടിച്ചുകൊടുക്കുന്ന അച്ഛൻ, സ്വന്തം ഭാര്യയെ കരുത്ത് ജനിച്ച് വലിച്ചെറിയുന്ന ഭർത്താവ്, പെൺജോമനെ പോലെ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞിനെ ആറ്റിലെടുത്തെറിയുന്ന തള്ള, അമ്മയെന്ന് പറയാൻ ഒക്കില്ല. ഇത് ആരെ കൊണ്ടാ പോന്നെ? ആ നാട് അങ്ങനെ പോകാൻ പാടില്ല. അതിനാവശ്യമായ ഒരു ഘടകമാണ് കലാ സാംസ്കാരിക. കലയും സംസ്കാരമുള്ളവന്റെ മനസ്സിൽ ഒരിക്കലും അത്തരം വികാരം ഉണ്ടാവില്ല. ആ വികാരം ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ ഇനിയെങ്കിലും കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം. വായനയിലൂടെ അറിവുണ്ടാക്കണം. ആ അറിവിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് ഫോൺ എടുത്തു കൊടുക്കുന്നതിനൊന്നും കുറ്റമില്ല, അതിനകത്ത് യോഗ്യമായ പല കാര്യങ്ങളും. പക്ഷെ ഇതിന്റെ അയോഗ്യത കാണിക്കുമ്പോഴോ പിടിക്കപ്പെടുന്നു. ആ പിടിക്കപ്പെടുമ്പോൾ അവൻ ഇപ്പൊ കാണിക്കുന്ന നമ്പരായിരുന്നു ആത്മഹത്യ ചെയ്യുക, ഇറങ്ങിപ്പോവുക,
ഒരു ഫോട്ടോന്ന് വയ്ക്കണം. എങ്ങനെ വയ്ക്കും? 10-20 വർഷം വരെ കുടിയെത്തിച്ച് വളർത്തി നെഞ്ചോട് ചേർത്ത് ചൂട് കൊടുത്ത് ആഹാരം കൊടുത്ത കുഞ്ഞിന് ഇറങ്ങിപ്പോയ എങ്ങനെ കഴിക്കും? അവനെ ബോധവൽക്കരണമുള്ളവരാക്കി മാറ്റിയാൽ അത് നടക്കും. ഞാൻ പറയുന്ന ഈ നെറികെട്ട സംസ്കാരത്തിലേക്ക് ഈ നാട് നീങ്ങാതിരിക്കണമെങ്കിൽ കലാ സാംസ്കാരിക രംഗം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകണം. അതിലൂടെ വളരുന്ന ആൾക്കാർക്ക് വിവരമുണ്ടാകും. ആ വിവരം മറ്റുള്ളവർ കൂടി പകർന്ന് പങ്കിട്ട് നമ്മുടെ നാടിന്റെ വൃത്തിയുള്ള ഭാവനയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഒരു മതവചനം നിങ്ങളെ പ്രതിഭയിലെ ഈ സാംസ്കാരിക വേദിയുടെ അംഗങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ വളരെ സ്നേഹമുള്ള വാക്കുകൾക്ക് നന്ദി പറയുന്നു. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് നാടിന്റെ നെടുനായകത്വം വഹിക്കുവാൻ ജനം നെഞ്ചോട് ഏറ്റി തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെയും കർമ്മമണ്ഡലങ്ങളിലെ പ്രവർത്തന മികവിന് ഏറെ അംഗീകാരങ്ങൾ വാരിക്കൂട്ടി നമ്മുടെ ഗ്രാമത്തിന്റെ നാമധേയം ദേശത്തിനപ്പുറം ലോകരാജ്യങ്ങളിൽ എത്തിച്ച നമ്മുടെ നാടിന്റെ അഭിമാനമായ പ്രതിഭകളെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് അടുത്തത്. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ജസ്റ്റിൻ ജേക്കബ് അവരുകളെയാണ് ആദരിക്കുന്നത്. യാതൊരു മുഖവരിയും ആവശ്യമില്ലാത്ത നമ്മുടെ ജനപ്രിയ നായകൻ സ്വന്തം നാട്ടിൽ 2 പ്രാവശ്യങ്ങളിലായി വൻ ഭൂരിപക്ഷത്തോടെ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന് 1/4 നൂറ്റാണ്ടിൽ ഒരിക്കൽ പോലും അദ്ദേഹം പ്രതികരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലതൊടാൻ കഴിയാതിരുന്ന ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് നാടിന്റെ അഭിമാനമായി മാറിയ ശ്രീ ജസ്റ്റിൻ ജേക്കബ്, ഏറെ ആദരങ്ങളോടെ ശ്രീ ജസ്റ്റിൻ ജേക്കബിനെ കുടശ്ശേരി കലാ സാംസ്കാരിക വേദി ആദരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. മെമ്മന്റോ കൊടുക്കുന്നതിന് സജി കൊച്ചു നിൽക്കുന്നു. കുടശനാടിന്റെ മരുമക്കളായി വന്ന് മക്കളായി മാറി 2 ഘട്ടങ്ങളിലായി കുടശനാടിന്റെ 1ാം വനിതയായി ഇന്ന് പാലമേൽ ഗ്രാമപഞ്ചായത്തിന്റെ 6 പതിറ്റാണ്ടുകളുടെ ചരിത്രം തിരുത്തിക്കുറിച്ച് പാലമേൽ ഗ്രാമപഞ്ചായത്തിന്റെ 1ാം വനിത വ്യക്തമായി മാറിയ പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ മുക്കത്ത് ശ്രീ OM ചാക്കോയുടെ ധർമ്മപത്നി കൂടിയായ ശ്രീമതി സൂസമ്മ ചാക്കോ. പ്രിയപ്പെട്ട സൂസമ്മ ചാക്കോയെ കുടശനാട് കലാ സാംസ്കാരിക വേദിയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഏറെ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്തു. മെമന്റോ നൽകി ആദരിക്കുന്നതിനായി അഡ്വക്കേറ്റ് ശശികുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രഗത്ഭനായ അടുത്തതായി ശ്രീ ആർ ശശി കുടശ്ശനാട്. പ്രഗത്ഭനായ അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ, അതിലേറെ മനുഷ്യസ്നേഹി. സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി 2 തവണ പാലമേൽ ഗ്രാമപഞ്ചായത്ത് അംഗമായി പുലുക്കുന്ന വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. മികച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട കുടശ്ശനാടിന്റെ അഭിമാനം ശ്രീ ആർ ശശിയെ കുടശ്ശനാട് സാംസ്കാരിക വേദിയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ആദരിക്കുന്നത് ശ്രീ കുടശ്ശനാട് ഉണ്ണികൃഷ്ണൻ ബിനോയ് ജോർജ്, ശ്രീ ജോയ് കോട്ടൂർ. സാധാരണ ഒരു വീട്ടമ്മയായി തുടർന്ന് 2 ദശാബ്ദത്തെ പന്തളം നഗരസഭയുടെ 20ാം വാർഡിന്റെ ചരിത്രം തിരുത്തി കുറിച്ച പാലത്തുവിളയിൽ ശ്രീ സജു സാമുവലിന്റെ സഹധർമ്മിണി കൂടിയായ ശ്രീമതി സുനി സജുവിന് കുടശ്ശനാട് കലാ സാംസ്കാരിക വേദിയുടെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ബാബു വർഗീസ് മുളമുട്ടിനെ ക്ഷണിക്കുന്നു.
ശ്രീ തോമസ് മാത്യു അവരുകളെ ക്ഷണിക്കുന്നു. ബാബുകുട്ടി അവരുകളെ ക്ഷണിക്കുന്നു. ഈ ഗ്രാമത്തിന്റെ ആദ്യകാല നാടക പ്രവർത്തകൻ. ഒരുപക്ഷെ നാടകം എന്തെന്ന് ഒരു തലമുറ അറിഞ്ഞത് ഈ അനുഗ്രഹീത കലാകാരനിലൂടെ ആയിരിക്കും. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലിയിൽ പ്രവേശിച്ച് ജില്ലാ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓഫീസറായി വിരമിക്കുമ്പോൾ നാടക വിചാരം എന്നും ഒപ്പമുണ്ടായിരുന്നു. ഒരു പക്ഷേ മുൾക്കിരീടം എന്ന നാടകം നമ്മുടെ ചിന്തയിലുണ്ടാകും. ഒരു നാടിനെ നാളുകളോളം ചിന്തിപ്പിക്കുകയും ഇന്നും ഓർക്കുമ്പോൾ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വൈകാരിക ബന്ധം നൽകുന്ന ഉത്തമ രചനയായിരുന്നു അദ്ദേഹം നമുക്ക് നൽകിയത്. സഹാറ, ഖൊരാവോ, ദിവ്യനക്ഷത്രം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പേനത്തുമിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. CL ജോസിന്റെ അടക്കം നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തു. എഴുത്തുകാരൻ, ഉജ്ജ്വല പ്രാസംഗികൻ, അങ്ങനെ വിശേഷണങ്ങൾ ഏറെ. ലളിത, സൗമ്യ, സ്നേഹ. പ്രിയപ്പെട്ട ചാന്നാരയത്തിൽ ശ്രീ ഒ ജോർജ് സാറിനെ കലാ സാംസ്കാരിക വേദി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്ന ഡോക്ടർ ജോൺ പനക്കൽ അവറുകൾ. മെമന്റോ നൽകുന്നത് ഡോക്ടർ ജോൺ പനക്കൽ. ഷോൾ അണിയിക്കുന്നത് ശ്രീ തോമ്പിൽ രാജശേഖരൻ. ചേട്ടാ പ്രതികൂല സാഹചര്യങ്ങളെ സധൈര്യം നേരിട്ട് ഇന്ന് കുടശനാടിന്റെ തനിത്തങ്കമായി തീർന്ന വെള്ളിത്തിരിയിലെ വെള്ളി നക്ഷത്രം. 3-ാം വയസ്സിൽ ആരംഭിച്ച കലാസബരിയ ഇന്ന് മലയാള അന്യഭാഷാ സിനിമയുടെ മുൻ നിരക്കാരിയായി മാറിയിരിക്കുന്നു. തുടർച്ചയായി സ്കൂൾ യുവജനോത്സവത്തിൽ 1-ാം സ്ഥാനം. 14 വയസ്സ് മുതൽ നാടകയാത്രയിൽ തുടങ്ങി. അരനൂറ്റാണ്ടിലധികമായി നാടകരംഗത്തെ സജീവ സാന്നിധ്യം. ടെലിവിഷൻ ചാനലുകളിലും 100-ലേറെ ഷോർട്ട് മൂവികളിലും അഭിനയിച്ചു. ഏറെ ജനപ്രിയ സീരിയലുകളിലെ മുഖ്യധാരിയായ ഏറെ ചർച്ച ചെയ്യപ്പെട്ട JJK സിനിമ തൊട്ട് ഇന്ന് 20ഓളം സിനിമയിൽ മുഖ്യവേഷം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പൃഥ്വിരാജിന്റെ അമ്മയായി സന്തോഷ് ട്രോഫി എന്ന സിനിമയിലും കരാറായിരിക്കുന്നു. കുടശനാട് കനകത്തിനെ ഷോൾ അണിയിക്കുന്നത് അഡ്വക്കേറ്റ് K ശശികുമാർ, ബിനോയ് P ജോർജ് മൊമെന്റ നൽകി ആദരിക്കുന്നു. ആദ്യം വിളിച്ചോണ്ട് പോയത് ഇദ്ദേഹം തന്നെ. കുടശനാടിന്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഏവർക്കും സഹായമസ്തകമായി തീർന്ന മുഖത്ത് ശ്രീ മാത്യുവിന്റെയും ശ്രീമതി പൊന്നമ്മ മാത്യുവിന്റെയും മകനായി ജനിച്ച പൊള്ളാച്ചി സോമൻ എന്നറിയപ്പെടുന്ന ശ്രീ MK സോമൻ കാലാന്തരത്തിൽ തമിഴ്നാട്ടിലേക്ക് ഉപജീവനാർത്ഥം ചേക്കേറിയ അദ്ദേഹം ഇന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. കഠിനാധ്വാനവും ചങ്കുറപ്പും ഉറച്ച തീരുമാനങ്ങളും കൊണ്ട് ബിസിനസ് കരിയറിൽ പുതിയ ഇടം കണ്ടെത്തി. കഴിഞ്ഞ 40 വർഷമായി ഇന്റീരിയർ ആർക്കിടെക്ചർ ബിസിനസ്സിൽ 1-ാം നിരക്കാരനായി തുടരുന്നു. അദ്ദേഹം അധിവസിക്കുന്ന സംസ്ഥാനത്തും മറ്റുള്ളവർക്കും നിരവധി സഹായങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ മാറ്റുകൂട്ടി. ഇപ്പോൾ തമിഴ്നാട് മലയാളി കോൺഫെഡറേഷന്റെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം 30 ലക്ഷം മലയാളികളെ പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളും അംഗീകാരമായ നിരവധി അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. കുടശനാടിന്റെ നാമധേയം അന്യ സംസ്ഥാനത്തും ഔന്നത്യത്തിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട MK സോമൻ മാത്യു അവരുകളെ കുടശനാട് കലാ സാംസ്കാരിക വേദി അംഗീകാരം നൽകുന്നതിന് ആദരവോടെ ക്ഷണിക്കുന്നു. ഷോളളിക്കുന്ന ശ്രീ ജോൺ മാത്യു തറയിൽ, R വിശാഖൻ പിള്ള മെമന്റോ നൽകാതെ. അടുത്തതായി പ്രൊഫസർ K ചന്ദ്രശേഖരൻ, പ്രഗത്ഭനായ ആംഗലേയ സാഹിത്യ അധ്യാപകൻ, വിവിധ കോളേജുകളിൽ ഇംഗ്ലീഷ് വിഭാഗം തലവൻ, മലയാള കവിതയെ എക്കാലത്തും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കവി. ജീവിതത്തിലും കവിതയിലും നിശബ്ദത ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ജന്മസ്ഥിതിയിൽ പിറവിയെടുത്ത രചനകൾ നിശാഗന്ധി പോലെ വായനക്കാരുടെ മനസ്സിലെ മുറ്റത്ത് എന്നും പൂത്തെറിയും. യാതൊരു പിൻബലവും ഇല്ലാതെ സങ്കീർണ ശോഭയുടെ വർഷിക്കാൻ സാഹിത്യ നഭത്തിൽ വെട്ടിത്തിളങ്ങുന്ന ശ്രീ ചന്ദ്രശേഖരൻ അവരുകളെ കുടശനാട് കലാ സാംസ്കാരിക വേദിയുടെ ആദരം ഏറ്റുവാങ്ങുന്നതിന് ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. സോളാനിപ്പിക്കുന്ന ഡോക്ടർ KC രാജു, R സോമൻ പിള്ള മെമന്റോ നൽകി ആദരിക്കുന്നു.
അതങ്ങ് മേടിച്ചോ 50 വർഷമായി നാടകവേദിയിൽ തിക്കുറിശി സുകുമാരൻ നായർ നെറുകയിൽ ചായം തേച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച മലയാള നാടകവേദിക്ക് സംഭാവന ചെയ്ത നടൻ NN പിള്ള, VK വേണുകുട്ടൻ നായർ തുടങ്ങിയവർ ആദ്യകാല ഗുരുക്കന്മാർ. അടൂർ ഭവാനിയുടെ ജയ തിയേറ്റേഴ്സിലൂടെ മലയാള നാടകവേദിയിൽ 50 വർഷം, 50 നാടക സമിതികൾ, 50 സംവിധായകന്മാർ, വ്യത്യസ്തമായ 50 വേഷങ്ങൾ. ഇപ്പോഴും നിറസാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ തൂമ്പിൽ രാജശേഖരൻ അവറുകളെ ഷോൾ അണിയിക്കുന്നതിനായി ബാബു വർഗീസ് സാറിനെയും മെമന്റോ നൽകി ആദരിക്കുന്നതിനായി കുടശനാട് ഉണ്ണികൃഷ്ണ സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. കുടശനാട് കോട്ടൂർ ശ്രീ KK ചാക്കോ സാറിന്റെയും ശ്രീമതി അന്നമ്മ ചാക്കോയുടെയും മകൻ കുടശനാട് NSS ഹൈസ്കൂളിലും കേരള യൂണിവേഴ്സിറ്റിയിലുമായി പഠനം പൂർത്തീകരിച്ചു. കുവൈറ്റ് ഫോസക് എഡ്യൂക്കേഷണൽ കമ്പനിയിൽ ഫൈനാൻസ് മാനേജറായി ഏറെക്കാലം സേവനം അനുഷ്ഠിച്ചു. വിദ്യാഭ്യാസ കാലയളവിൽ വിവിധ രംഗങ്ങളിൽ ഏറെ കായിക രംഗങ്ങളിലെ മികവിന് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചെന്നു ചേരുന്ന എല്ലാ സ്ഥലങ്ങളിലും വ്യക്തിപ്രഭാവം തെളിയിച്ചിട്ടുള്ള ഈ മഹത് വ്യക്തി 2005 പ്രവാസി പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായി. 2016 KT മുഹമ്മദ് പഠനവേദി അവാർഡ് കരസ്ഥമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് പ്രസിഡന്റ് പദവി വരെ അലങ്കരിച്ച ഇന്ന് നമ്മുടെ സജീവ സാന്നിധ്യമായ ശ്രീ മോനച്ചൻ കോട്ടൂർ എന്ന അപരാഭിധാനത്താൽ അറിയപ്പെടുന്ന ശ്രീ ജോർജ് കുട്ടി, ചാക്കോ ജോർജ് കുട്ടി അവരുകളെ പ്രസ്ഥാനത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സന്തോഷ് കോലയത്ത് ഷോൾ അണിയിക്കുന്നു. അജിത് കുമാർ അരുണാലയം മെമന്റോ നൽകി ആദരിക്കുന്നു. മെമന്റോ നൽകുന്നത് മുരളി സാർ. പതിനാലാം വയസ്സിൽ മുഖത്ത് ചായം തേച്ച് അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച അമച്ചർ നാടകങ്ങളുടെ സജീവമായി ടൗൺ ബസ് എന്ന നാടകത്തിലും പ്രൊഫഷണൽ നാടക രംഗത്തെത്തി. കൊല്ലം അനശ്വര, കൊല്ലം സരിക, കായംകുളം പീപ്പിൾ തിയേറ്റേഴ്സ് തുടങ്ങി നീണ്ട 2 ദശാബ്ദങ്ങൾ. MS തൃപ്പൂണിത്തറ, കൊല്ലം തുളസി, കൊച്ചുപ്രേമൻ, അടൂർ ഭവാനി തുടങ്ങി പ്രഗത്ഭമാതികളോടൊപ്പം നീണ്ട 20 വർഷം. കുടശനാടിന്റെ അഭിമാനം, കുടശനാട് രാധാമണി ആദരപൂർവ്വം ചേച്ചിയെ ആദരവ് ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. ബാബുക്കുട്ടി മാത്യു ഷാൾ അണിയിച്ചുകൊണ്ട് സുബി പാപ്പച്ചൻ അദ്ദേഹത്തിന് മെമന്റോ നൽകി ആദരിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ഒരു നാട്ടിലെ തന്നെ യുവജനങ്ങളെ സംഘടനാ ശക്തിയിലൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ആനയിക്കുകയും ചെയ്ത വിശിഷ്ട വ്യക്തിത്വം. അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കുടിയേറിയപ്പോഴും സാമൂഹ്യ പൊതുപ്രവർത്തനം കൈവിടാതെ തുടരുകയായിരുന്നു. പൊതുപ്രവർത്തന രംഗത്ത് ഏറെ അംഗീകാരങ്ങൾ കരഗതമാക്കി. കുടശനാട്ടും ഇപ്പോഴും ആ ജൈത്രയാത്ര തുടർന്നു. പ്രവർത്തന മികവിന് അദ്ദേഹത്തെ അമേരിക്കൻ മലയാളികൾ വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്കൻ റീജിയന്റെ ചെയർമാൻ സ്ഥാനം നൽകി ആദരിച്ചു. ശ്രീ ജേക്കബ് കുരുവിള അവറുകളെ കുടശനാട് സാംസ്കാരിക വേദിയുടെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പോൾ രാജു സാർ മെമന്റോ സ്വീകരിക്കുന്നതാണ്. മെമന്റോ നൽകി ഉണ്ണികൃഷ്ണൻ സാറും ഈശ്വര വിശ്വാസവും സ്നേഹവും മുഖമുദ്രയാക്കി സൗഹാർദ്ദപരമായ ഔന്നത്യം പുലർത്തുന്ന മനുഷ്യസ്നേഹി, മതങ്ങളെ തമ്മിൽ സമന്വയിപ്പിക്കുന്ന ഈടുറ്റ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ഏറെ രചിച്ചിട്ടുള്ള അദ്വിതീയ കവി, യോഗയും തത്വചിന്തയും ധർമ്മശാസ്ത്രവും പുരാണ ഇതിഹാസങ്ങളും സമ്മേളിപ്പിക്കുന്ന അപൂർവ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാകവി, ജ്ഞാനത്തിൽ നിന്നും ആനന്ദം രുചിച്ചറിഞ്ഞ വേദാന്തി, കർമ്മമണ്ഡലങ്ങളിൽ കർത്തവ്യബോധത്തോടെ വിരാജിക്കുമ്പോഴും കാവ്യബോധം ബൗദ്ധിക മണ്ഡലത്തിൽ പുത്തൻ കവിത രചിക്കുകയായിരുന്നു. വളരെ സ്നേഹത്തോടെ ആദരവോടെ ജ്ഞാനോദയം മഹാകാവ്യ രചയിതാവ് മഹാകവി ശ്രീ വർഗീസ് ശക്തിമംഗലത്തെ കുടശനാട് കലാ സാംസ്കാരിക വേദിയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഷോൾ അണിയിക്കുന്നത് മുരളി സാറ. ബിനോയ് പി ജോർജ് മെമന്റോ നൽകി ആദരിക്കുന്നു. ശ്രേഷ്ഠനായ അധ്യാപകൻ, കുട്ടികളുടെ വാത്സല്യ ഗുരു,
വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭൂപടത്തിൽ പോലും അവ്യക്തമായി അടയാളപ്പെടുത്തിയിരുന്ന ഒരു സ്കൂളിനെ തന്റെ ഇച്ഛാശക്തി കൊണ്ട് വാനോളം ഉയർത്തി കുട്ടികളുടെ പഠന നിലവാരവും കലാകായിക കർമ്മശേഷിയും ഏറെ മെച്ചപ്പെടുത്തുകയും ചെയ്ത പ്രധാന അധ്യാപകൻ, തുലോം അറിയപ്പെടാതെ ആണ്ടുകിടന്ന ഒരു ദേശത്തെ ഇന്ത്യ ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ തീവ്ര പരിശ്രമം ചെയ്ത കർമ്മയോഗി, ഏറ്റവും നല്ല അധ്യാപകനുള്ള കേരള സംസ്ഥാന അവാർഡും 2015-16 മികച്ച അധ്യാപകരുള്ള ദേശീയ പുരസ്കാരവും അടക്കം എണ്ണിയാൽ ഒടുങ്ങാത്ത അംഗീകാരങ്ങൾ കരഗതമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഗോപി സാർ, TG ഗോപിനാഥൻ അവരുകളെ ഈ നമ്മുടെ അംഗീകാരം ഏറ്റുവാങ്ങുന്നതിനായി വിനയപുരസ്സരം ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് ശശികുമാർ സാർ ഷോളണിയിക്കുന്നു. കുടശ്ശനാട് മുരളി സാറ് അദ്ദേഹത്തെ മെമന്റോ നൽകി ആദരിക്കുന്നു. കീപ്പള്ളിൽ ശ്രീ KM ജോണിന്റെയും അന്നമ്മ ജോണിന്റെയും മകൻ കുടശ്ശനാട് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലുമായി പഠനം പൂർത്തീകരിച്ചു. ഔദ്യോഗിക മേഖലയിൽ സൗദി അറേബ്യ സൺറൈസ് അൽക്കോബാർ ട്രേഡിംഗ് കമ്പനി ഡിവിഷണൽ മാനേജറായി ആരംഭിച്ച കരിയർ ജീവിതം ഇന്ന് 5ഓളം സ്കൂളുകളുടെ ചെയർമാനായും കീപ്പള്ളിൽ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയും ചുമതല വഹിക്കുന്നു. നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഈ മഹത് വ്യക്തി മലങ്കര ഓർത്തഡോക്സ് സഭ നേതൃത്വം നൽകുന്ന ആർദ്രം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ട്രസ്റ്റാർ, IAS ഹബ്, MGOCSM സിവിൽ സർവീസ് അക്കാദമിയുടെ ഡയറക്ടർ എന്നിവയിൽ സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ മത്തായി പാപ്പച്ചൻ അവരുടെയും അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രിയപ്പെട്ട തങ്കച്ചാനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മത്തായി പാപ്പച്ചായൻ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ചികിത്സ എന്ന യാഥാർത്ഥ്യം സിവിലിയ ആശുപത്രി എന്ന് ഒരു ജനത മനസ്സിലാക്കിയത് ഏതാണ്ട് 5 പതിറ്റാണ്ട്. എല്ലാ വീട്ടിലെയും കുടുംബ ഡോക്ടർ ഒരാൾ തന്നെ. തന്റെ സമീപനവും ഒരു നാടിനെ തന്നെ സൗഖ്യമാക്കി 50 വർഷങ്ങൾ. ഇന്നും ആ സ്നേഹ സേവനം തുടരുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ അംഗീകാരങ്ങൾ, അതിലുപരി ഒരു ജനത നൽകിയ സ്നേഹാദരവ് ഒന്നിനും പകരം വെക്കാൻ കഴിയാത്തത്. നമ്മുടെ പ്രിയപ്പെട്ട തമ്പിയുടെ ഡോക്ടർ എന്ന അപരാഭിധാനത്താൽ അറിയപ്പെടുന്ന ഡോക്ടർ KP രാജേന്ദ്രൻ, പ്രിയപ്പെട്ട ഡോക്ടർ KP രാജേന്ദ്രൻ അവരുടെ കുടശ്ശനാട് കലാ സാംസ്കാരിക വേദിയുടെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി പ്രത്യേകം സാദരം ക്ഷണിക്കും. ഷോൾ അണിയിക്കുന്നതിനായി KM ജോയ് കോട്ടൂർ, മെമന്റോ നൽകി ആദരിക്കുന്നതിനായി കുടശ്ശനാട് ഉണ്ണികൃഷ്ണൻ. മെമന്റോ നൽകുന്നത് ജോയി മാത്യു. ഇനി നമ്മുടെ ഏറ്റവും ഇന്ത്യയും കേരളവും നമ്മുടെ നാടും എല്ലാം ഏറ്റവും കൂടുതൽ അഭിമാന പുരസ്സരം ഓർക്കുന്ന എൻ്റെ പ്രിയ സഹപാഠി സുഹൃത്തുമായ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനാണ്. അദ്ദേഹത്തിന് എഴുതി വായിക്കേണ്ട ആവശ്യമില്ല. കാരണം പണ്ട് നമ്മൾ ഒരുമിച്ച് കളിച്ച് നടന്ന കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ അടിക്കും. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. എങ്കിലും പഠനം കുടശ്ശനാടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചാണ് അദ്ദേഹത്തിന്റെ PSC പരീക്ഷ എഴുതാൻ പോയത്. അദ്ദേഹത്തിന് ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് പോയപ്പോൾ എന്നെ കൂടെ വിളിച്ചോണ്ട് പോയി. ഞാൻ പുറത്ത് കാത്തു നിന്നു. വന്നപ്പോൾ വലിയ റാങ്കോട് കൂടി അദ്ദേഹം വിജയിച്ചു. അതിനുശേഷം സൈറ സിനിമ മുതൽ ഒരു വലിയ യാത്രയായിരുന്നു. സൈറ, രാമൻ, വീട്ടിലേക്കുള്ള വഴി, ആകാശത്തിന്റെ നിര, പേരറിയാത്തവർ, വലിയ ചിറകുകൾ, ഒരുപാട് അദ്ദേഹത്തിന് അവാർഡുകൾ നിരവധി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല പേരറിയാത്തവർ എന്നുള്ളത് ഏറ്റവും നല്ല നടനുള്ള ദേശീയ അവാർഡ് പോലും അദ്ദേഹത്തിന് മേടിച്ചു കൊടുക്കാൻ കഴിയും. ഇപ്പോ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡാണ് ഓസ്കാർ അവാർഡ്. അതിന്റെ പടിവാതിൽ എത്തി നിൽക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ചങ്ങാതി ഡോക്ടർ ബിജുകുമാർ. അദ്ദേഹത്തിന് ഷോൾ അണിയിക്കുന്നതിന് ഞാൻ ആരും അനുവദിക്കുന്നില്ല, ഞാൻ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആണോ? ശരി, ജോൺ സാറ് ഞാനിവിടെ ആയിക്കോട്ടെ. ചേട്ടാ നമ്മുടെ പ്രിയപ്പെട്ട ഏബിൾ ബിനോയ് ജോർജ് ആണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത്.
വളരെ വളരെ സന്തോഷമുണ്ട്. ഒരു ലോഗോ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബൗദ്ധികപരമായി അത് ആർട്ടിസ്റ്റിക്കായി ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു ലോഗോ കാണുമ്പോൾ തന്നെ എന്താണ് ഈ പ്രസ്ഥാനം എന്നറിയാം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ വളരെ സന്തോഷമായി, സിമ്പിളായി, വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് ജോൺ സാർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വളരെ സിമ്പിളായി അത് ചെയ്തു നൽകി. നമ്മുടെ പ്രിയപ്പെട്ട ഏബൽ ബിനോയ്, നമ്മുടെ ബിനോയ് പി ജോർജിന്റെയും വിജയുടെയും പുത്രനാണ്. അദ്ദേഹത്തെ ഞങ്ങളെ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അസാന്നിധ്യത്തിൽ മാതാവ് ലിജി ബിനോയ് അത് ഏറ്റുവാങ്ങുന്നതായിരിക്കും. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ പ്രസ്ഥാനം എല്ലാ ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയും പ്രാർത്ഥനയോടും വളർന്നു മുന്നേറേണ്ടതായിട്ടുണ്ട്. ഏവരുടെ അനുഗ്രഹപൂർണ്ണമായ പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസാ പ്രസംഗത്തിനായി കുടശ്ശേരി സാമൂഹ്യ മേഖലയിൽ നിറസാന്നിധ്യം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഗത്ഭനായ വൈദികൻ കുടശ്ശേരി YMCAയുടെ സ്ഥാപക ചെയർമാൻ റവറൻ ഫാദർ ഡാനിയൽ പുല്ലേൽ അവരുടെ ആശംസാ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷനും ഈ പ്രസ്ഥാനത്തിന്റെ ചെയർമാനുമായ ശ്രീ ജോൺ പണിക്കൽ, വിശിഷ്ട വ്യക്തികളെയും സ്നേഹമുള്ള എല്ലാവരുമേ, സ്വാഗത പ്രാസംഗൻ മുതൽ അവതാരകൻ മുതൽ എല്ലാവരും ഈ അവാർഡ് ലഭിച്ച ആദരിക്കപ്പെട്ട ആളുകളെ പറ്റി വിശദമായി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. 2-3 മിനിറ്റ് കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ എല്ലാവർക്കും പ്രസംഗിക്കാമെങ്കിൽ എനിക്കും പ്രസംഗിച്ചു കൂടായോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം കിട്ടാൻ പോവുകയാണ്. ഇത്ര നീട്ടത്തില്ല. കുടച്ചാണ് ഗ്രാമപ്രദേശമാണ്. ഗ്രാമം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഗ്രാമമല്ല, ഇന്ന് ഗ്രാമങ്ങളില്ല കേരളത്തിൽ, എല്ലാം നഗരങ്ങളായി മാറി. എൻ്റെ ഓർമ്മയിൽ കുടശനാട് ഇപ്പോഴും ഓർമ്മയില്ല. കുടശനാട്ടിൽ എന്തെല്ലാം പ്രസ്ഥാനങ്ങളാണ്, എന്തെല്ലാം സ്ഥാപനങ്ങളാണ് ഉള്ളത്. പണ്ട് കുടശനാട്ടിൽ 2 സ്ഥാപനമേ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയാമോ? പോയി പണി നോക്കാം. ഒരു പോസ്റ്റ് ഓഫീസും ഒരു കണ്ണു ഷാപ്പും. ഈ 2 പ്രസ്ഥാനമേ ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഗ്രാമത്തെ പറ്റി പറയുമ്പോ കുടശനാട് കുട വെച്ചതാണെന്നൊക്കെ കേൾക്കണം. ഈ കുട വെച്ചിട്ടുള്ള ചുമ്മാ പറയുന്നു, ഒരർത്ഥവും ഇല്ലാത്ത കാര്യമാണ്. ബാലണ്ടൊക്കെ പറഞ്ഞുണ്ടാക്കില്ല. എന്റെ കൂലിക്കാട്ടും ഉളവക്കാട്ടും ഉള്ള സുഹൃത്തുക്കൾ ക്ഷമിക്കുമെങ്കിൽ ക്ഷമിക്കാനൊക്കെ തന്നെ കാളഞ്ഞാലും കൂലിക്കാട്ട് തന്നെ. പൂഴി കാട്, ഉളവ കാട്, ഇതിനിടയ്ക്കുള്ള കുറച്ച് നാട്. പൂഴിക്കാടിനും ഉളവക്കാടിനും ഇടയ്ക്കുള്ള കുറച്ച് നാടാണ് കുടശനാട്. ഈ പ്രദേശത്തെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ, എന്റെ ചെറുപ്പകാലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, ഞാൻ ആദ്യമായി ഒരു ഹാസ്യ രചന വായിക്കുന്നത്, എനിക്ക് പണ്ടത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയാലേ പുസ്തകം എഴുത്തുകാർ കേരളത്തിൽ നമ്മുടെ പ്രദേശത്തില്ല, സാഹിത്യകാരന്മാർ നമ്മുടെ പ്രദേശത്തില്ല. പത്രത്തിലൊന്നും നമ്മുടെ ആളുകളുടെ ആരും പേര് വരും. കാരണം കോട്ടയം എല്ലാവർക്കും ഒരു ലളിതാർപ്പിക എന്ന് പറഞ്ഞാൽ കോട്ടയം കളക്ടർ, അല്ലെങ്കിൽ കോട്ടയത്തെ DSP CP ആന്റണി. കാരണം പത്രത്തിൽ കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ അവിടെ ഉള്ളവരുടെ പേരെ വരും, പ്രൊഫഷണലുള്ളവരുടെ ആരും പേര് വരാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു പുസ്തകം വായിച്ചതിനകത്ത് ഒരു ഭാര്യയും ഭർത്താവ് യാത്ര പോകുമ്പോൾ രസകരമായ സംഭവമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നില്ല. അതിനടിയില് ഗ്രന്ഥകർത്താവിന്റെ പേരെഴുതിയിരുന്നു കുടശനാട് ചന്ദ്രശേഖരൻ. ഞാൻ അപ്പോൾ ചേട്ടാ കുടശനാട്ടും എഴുത്തുകാരുണ്ടല്ലോ, എനിക്ക് വാസ്തു അല്പം തോന്നിയൊരു സംഭവമാണ്. ഇപ്പൊ സാറിനെ കണ്ടപ്പോൾ ഞാൻ ഒരിക്കപ്പോലും വിചാരിച്ചത് സാറിനെ തിരിച്ചെടുത്തത്. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. എന്നോട് മുഴുവൻ പേര് പുല്ലയിൽ ദാരിയലിച്ച് നെല്ലിയോ എന്ന് സാറ് ചോദിച്ചു. സാറ് അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായി കുടശനാട്ട് പ്രസിദ്ധനായ ഒരാളെ കാണുന്നത് സാറിനെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി കുടശനാട്ട് കേരളം ഒട്ടുക്കും അറിയപ്പെടുന്ന ഒരു സംസ്ഥാന ഭാരവാഹിയുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി M സുകുമാരപിള്ള. അത് വന്ന് എന്നെ സംബന്ധിച്ചുള്ള അത്ഭുതമായിരുന്നു. കുടശനാട്ടുകാരനെ ഒരാൾ സംസ്ഥാന ലെവലിൽ വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അധികാരമായിട്ട് ഈ കാലഘട്ടത്തിനും അന്നത്തെ കാലത്തിനും ഇടയ്ക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഒരാൾ വന്നു. അതാണ് മിസ്റ്റർ ജോൺ പണിക്കൽ, PG ജോൺ.
അദ്ദേഹത്തെ പി ജി ജോൺ ബൈക്കറിലാക്കി ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്, പല എയർലൈൻസ് യാത്ര ചെയ്തിട്ടുണ്ട്. അത് ഗൾഫ് എയർ എന്ന് പറയുന്നതിന്റെ സെയിൽസ് മാനേജർ, മൊത്തത്തിലുള്ള സെയിൽസ് മാനേജർ. അത് കഴിഞ്ഞ ഖത്തർ എയർവേസിന്റെ റിക്രൂട്ട്മെന്റ് മാനേജർ, ട്രെയിനിങ് മാനേജർ. അതും ഒരു അത്ഭുതകരം, അല്ലെങ്കിൽ നമ്മൾ നോക്കി അത്ഭുതപ്പെടുന്ന ഒരു സംഭവമായിരുന്നു. ഇത് നമുക്കറിയാവുന്ന ഇപ്പോഴത്തെ കാര്യമാണ്. എന്നാൽ നമ്മുടെ നാടിന്റെ പണ്ട് ഉണ്ടായിരുന്ന പ്രഗത്ഭരായ ബന്ധമുണ്ട്, നമ്മൾ അറിയത്തില്ല. കുറച്ച് ആദ്യമായി ഒരു സ്കൂൾ ഉണ്ടാക്കി അത് ഗവൺമെന്റിന് സംഭാവന ചെയ്ത ഒരാളാണ്. ആർക്കെങ്കിലും വേറെ അദ്ദേഹം ശങ്കരവിലാസം സ്കൂളിന്റെ ഓണർ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ബംഗ്ലാവിലെ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയാൻ കാരണം മറന്നുപോയി. ബംഗ്ലാവിലെ അദ്ദേഹമാണ് കണ്ടാലുമിട ശങ്കരവിലാസം സ്കൂൾ എന്നുള്ളത് സ്വന്തമായി ഉണ്ടാക്കി. എനിക്കറിഞ്ഞൂടാ, അല്ല ശങ്കരവിലാസം എന്നുള്ള പറഞ്ഞിട്ടില്ല. ബംഗ്ലാവിലെ എന്റെ വീടിന്റെ തൊട്ടു പടിഞ്ഞാറേ വീട്ടിലെ അദ്ദേഹമാണ് ആ സ്കൂൾ ഉണ്ടാക്കി. ആ സ്കൂള് ഗവൺമെന്റ് സംഭാവന ചെയ്തു. ഇപ്പൊ അത് സെക്കൻഡറി സ്കൂളായി മാറി. ഞാനൊരു അതുപോലെ നമ്മുടെ ജോണിന്റെ വല്യപ്പൻ, മാതാവിന്റെ പിതാവ്, കുറച്ച് രണ്ടൊരു ആത്മീയ ആചാര്യനായിരുന്നു. വീടുകളിൽ പോയി പ്രാർത്ഥിക്കാനും പുരോഹിതന്മാരെല്ലാവരും പോകും, ഇവിടെ ചെന്ന് അനുഗ്രഹിക്കാനും ഒക്കെ. അതുപോലെ അനേകം ആളുകൾ, പ്രശസ്തരായ ആളുകൾ ഇവിടെ ഉണ്ട്. നേരത്തെ ഉള്ളവരുണ്ട്. ഇപ്പോഴത്തെ ആളുകളുടെ ഞാൻ എടുത്തു പറയാൻ ചെന്നാൽ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടാണ്. നമുക്ക് എവിടെ ചെന്നാലും ഞങ്ങൾ ബിജുവിന്റെ നാട്ടുകാരാന്ന് പറഞ്ഞാൽ ഒരു അഭിമാനമുണ്ട്. കാരണം നമ്മള് ഈ പണ്ട് വിദേശത്തൊക്കെ ഞങ്ങൾ പോകുമ്പോഴേ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ വെളിയിൽ ആർക്കും അറിയില്ല. അപ്പൊ അത് ഞങ്ങൾ പറയുമായിരുന്നു, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സഭ. അപ്പൊ ആൾക്ക് മനസ്സിൽ പറഞ്ഞ പോലെ ബിജുവിന്റെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ഡോക്ടർ ബിജുവിന്റെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ കുറച്ചാണ് ആ നിലയിൽ ജസ്റ്റ് ചിരിക്കുന്നില്ല. നിന്റെ പേര് മറന്നൊന്നും അല്ല, നിങ്ങൾ വലിയ ആള് തന്നെയാണ്. ഇവരെല്ലാം വലിയ ആളുകളാണ്. എനിക്കൊരു സന്തോഷമുള്ളത്, ദൈവമേ, എനിക്ക് എത്തിച്ചേരാനൊക്കാത്ത സ്ഥാനത്ത്, എനിക്കാകാനൊക്കാത്ത സ്ഥാനത്ത് ഈ വ്യക്തികൾ എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, അവരെ എനിക്ക് പരിചയമുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനൊക്കത്തില്ല, പക്ഷെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ പറയാൻ ഒക്കുമെങ്കിലും എടി കൊച്ചേന്ന് എനിക്ക് അവിടെ പറയാനുള്ള ഇതുകൊണ്ട് ദൈവം അതൊരു വലിയ മഹാഭാഗ്യമാണ്. ഡോക്ടർ ബിജുവിനെ എവിടെ വെച്ചാണ് ബിജു എന്ന് ഇവിടെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ ഓർക്കുന്നു. കൊടനാടെ നന്ദി. നിങ്ങൾക്ക് ഈ ആദരിക്കപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുക, നിങ്ങളുടെ ബീരാ സാഹിബിനെ ഇവിടെ പരിചയപ്പെടുത്തി പലർക്കും അറിയാം. കൊടശനാട്ട് സംസ്ഥാന ലെവലിൽ ഒരു ഭാരവാഹികളൊക്കെ ഉണ്ടായി വാരികിട. ഞാൻ എൻ്റെ സംസ്ഥാന ഭാരവൊക്കെ ആയിരുന്നു. അന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യനാണ് ബീരാ സാഹിബ്. ഒരു പക്ഷേ ഉദ്യോഗസ്ഥനായിരുന്നില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു വലിയ നിലയെത്തേണ്ട ആളാണ് ബീരാ സാഹിബ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരെയും എന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി അച്ഛ. സാമൂഹ്യ പ്രവർത്തകൻ, മലയാള മനോരമ ബാലജന സഖ്യത്തിന്റെ രക്ഷാധികാരി അടക്കം നിരവധി തിളക്കമാർന്ന സാമൂഹ്യ മേഖലയിലെ സജീവ സാന്നിധ്യമായിരിക്കുന്ന നമ്മുടെ സമീപവാസി ആദികാട്ടുകുളങ്ങര സ്വദേശിയായ ശ്രീ നീര സാഹിബ് അവരുടെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ജോൺ പണിക്കർ സാർ, ഡോക്ടർ ബിജു കുമാർ സാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അഭിനന്ദനായ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളാണെങ്കിലും ഇപ്പൊ അഭിനന്ദനാണ് തുല്യതയും അച്ഛൻ. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും മുഖം എനിക്ക് ഓർക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു വൈകല്യമുണ്ട്. ഞാൻ ഒരു സ്ട്രോക്കിന് ഈ അടുത്ത സമയത്ത് ബാധപ്പെട്ട് എനിക്ക് സംസാരത്തിന് ശരി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഴയകാലത്തെ പ്രസംഗങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ മുട്ടയത്ത് തറവാട്ടിൻ്റെ മുറ്റത്ത് കിടന്ന് വളർന്നവനാണ്. കളിച്ച് വളർന്നവനാണ്. ഇതിൻ്റെ മണത്തരികളെല്ലാം ഇപ്പോഴെനിക്ക് ഓർമ്മയിൽ കൊള്ളിക്കുന്നു. ഞാനിവിടെ ബാലജനസഖ്യ പ്രവർത്തനമായിട്ട് കുഞ്ഞുനാൾ എത്തുമ്പോൾ ഈ കുറച്ച് നാൾ എന്നെ വളരെയധികം സ്നേഹിച്ച്
വർഷങ്ങളായിട്ട് മണ്ണിൽ കിടന്ന് കളിച്ചവനാണ്. പുള്ളിയിൽ അച്ഛനോടൊപ്പം മറ്റ് പല സുഹൃത്തുക്കളും എല്ലാവരും പേരൊന്നും ഇപ്പോൾ എടുത്ത് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറയുന്നില്ല. ഇങ്ങനെ കിടന്ന് വളർന്ന് വളരെയധികം കടപ്പാടുള്ള ഒരു മണ്ണാണ് ഈ ഉടശ്ശനാട്. അത്ര മാത്രം ഞാൻ തൽക്കാലം പറയുന്നു. ഇനിയുള്ള അവസരങ്ങൾ പറയാം. പിന്നെ ഈ അവസരത്തിൽ ഒരു സന്ദേശം നിലനിൽക്കുന്ന തരാനുണ്ട്. നിങ്ങൾ ദീപകാരുണ്യ പ്രവർത്തനത്തിനും മറ്റ് കലാ സാംസ്കാരിക പ്രവർത്തനത്തിനും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘടനയാണ്. ഞാൻ മദർ തെരേസ അമ്മയുടെ ഒരു വാക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അമ്മ പറഞ്ഞു, prayer is faith, faith is love, love is love, faith is service, service is love. അതായത് സ്നേഹമാണ് സേവനം. ആ വാക്കുകൾ ഓർക്കുക. സ്നേഹമാണ് സേവനം. നമ്മൾ സംഘടനകൾ ഉണ്ടാക്കി സേവനപ്പെടുന്ന അതൊന്നും കുഴപ്പമില്ല. തനി സേവകരായി തീരണം. അത് സ്നേഹത്തോടുകൂടി മാത്രം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവരും ആശംസിക്കണം. ക്ഷമിക്കണേ, ഒരു കാര്യം പറയാനായിട്ടുണ്ട്. വയസ്സ് 76 ഓർമ്മ കുറവ്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് വന്ന ഒരു കാര്യം വിട്ടുപോയി. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ഇപ്പോഴത്തെ ഉള്ള നേതാക്കന്മാരെ മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ ചന്ദ്രവിലാസം സ്കൂളിന്റെ ഓണർ ഉൾപ്പെടെയുള്ള കുടശനാട്ടെ ടീച്ചർമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടശനാടിന്റെ ഒരു ചരിത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ഇവിടെ പോസ്റ്റുകാരോട് പറഞ്ഞു. പറയുന്നതിന് മുമ്പേ അത് തള്ളിക്കളഞ്ഞു. സംസാരിക്കുന്ന സൗകര്യം ഉണ്ടെങ്കിൽ അത് ചിന്തിച്ചാൽ നല്ല കാര്യം. രക്ഷാധികാരിയാണ് ഞാൻ. കയ്യിൽ അങ്ങനെ ഒരു കാര്യം അറിയില്ല. സാറിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇവിടെ വന്ന് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്, ചായ ക്രമീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിന് ശേഷം സാക്സഫോണിന്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. തീർച്ചയായിട്ടും ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടിട്ട് മാത്രമേ പോകാമെന്ന് അറിയിക്കുന്നു. അടുത്തതായി, യാതൊരു മുഖവരെയും ആവശ്യമില്ലാത്ത പ്രായഭേദമന്യേ ഏവരുടെയും ആത്മാസ്നേഹികൾ അഭിഭാഷക വൃത്തിയിൽ ഏറെ ശോഭിച്ചു നിൽക്കുന്ന കുടശനാടിന്റെ അഭിമാനം അഡ്വക്കേറ്റ് മുഖ്യ കെ ശശികുമാർ അവരുടെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു ചെറിയ ജോലി കൂടി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സാറ് പറയേണ്ട സാറ് കൊടുത്തോളാമെന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ജോൺ പണിക്കർ സാർ, നമ്മുടെ ആദരണീയരായ പഞ്ചായത്ത് മുനിസിപ്പൽ നേതാക്കൾ, പ്രത്യേകിച്ചും നമ്മുടെ വാർഡ് മെമ്പർ, പഞ്ചായത്തിന്റെ ഹിതം പ്രഥമമായിട്ട് കിട്ടിയ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി സൂസമാറ്റക്കം, പ്രിയപ്പെട്ട മറ്റ് ജനപ്രതിനിധികളെ, ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ ബിജു, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റ് സഹപ്രവർത്തകരെയും പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു സമ്മേളനം, ഇങ്ങനെ ഒരു ആദരം, ഇങ്ങനെ ഒരു ക്ലബിന്റെ തുടക്കം, ഇതൊക്കെ ഒരു നിമിത്തമാണെന്ന് പറയാനേ എനിക്ക് കഴിയും. കാരണം അതൊരു പ്രത്യേകതയുണ്ട്. ഞാന് അതിനൊരു നിമിത്തത്തിന് ആദ്യത്തെ കാരണമായത് നമ്മുടെ ഫോട്ടോഗ്രാഫർ സോമന്റെ ഫേസ്ബുക്കില് ഒരു വിവരം എഴുതി, ഒരു റൈറ്റപ്പ് ഉണ്ടാക്കി. അതായത് ജോർജ് സാറിന്റെ നവതി ആഘോഷിക്കുന്നത് കണ്ട് അതിനെ കുറിച്ച് ആ റൈറ്റപ്പ് കണ്ടിട്ട് എനിക്ക് ചുമ്മാ തിരിക്കാൻ തോന്നിയില്ല. ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പ് അപ്പുറത്തുണ്ടായിരുന്ന ഒരു വലിയ ആത്മബന്ധം, ഒരു വിധിശിക്ഷ ബന്ധം, അപാരമായ ബന്ധം.
അതൊക്കെ എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ തകർത്ത് കയറി വന്നു. ഞാൻ അറിയാതെ എഴുതിപ്പോയി. അതിന് സോമന്റെ ഫോട്ടോയ്ക്ക് കിട്ടിയ പ്രതികരണത്തെക്കാൾ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു എന്ന് ഞാൻ കണ്ടു. അപ്പൊ ജോൺ സാർ ഇങ്ങനെ അവധിയിലെത്തി സുഖമായിട്ടിരിക്കുന്നു, അതെല്ലാം ആഘോഷിച്ചു എന്ന് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം. അങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശനിയാഴ്ച, സാധാരണ എല്ലാ ശനിയാഴ്ചയും ഞാൻ വീട്ടിൽ വരും, പക്ഷെ എനിക്ക് ആ പ്രാവശ്യം വരാൻ പറ്റിയില്ല. ഒരു കേസിന്റെ അത്യാവശ്യ ഡിസ്കഷന് വേണ്ടി കുറെ ആൾക്കാർ അവിടെ ഓഫീസിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ശനിയാഴ്ച വന്നില്ല. അവിടെ എനിക്കൊരു ഫോൺ കോൾ. അപ്പോ എന്നെ വിളിച്ച ഉണ്ണിയാണ്. ഉണ്ണി എന്നെ ഇവിടെ വന്നിട്ട് വിളിക്കും. ഉണ്ണി എനിക്ക് വന്ന് മുരളി ഒന്നും തോന്നില്ലേ, ഇവർ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് വിളിച്ചു, സാറ് നമുക്ക് ജോർജ് സാറിനൊരു ആദരവ് കൊടുക്കണം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് നമുക്കൊരു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന്. അപ്പൊ ഞാൻ ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി ഒന്ന് ഇവിടെ എന്റെ വീട്ടിൽ എന്റെ കാർപ്പുറച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഉണ്ണിയോട് ഒന്ന് തിരിഞ്ഞു നോക്കി, ഇവിടെ ഒരു കൊച്ചു ഷെഡൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ വെച്ച് ചെയ്യാം, സാറിന് കൊടുക്കണം, ആദരവ് കൊടുക്കണം, നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഉണ്ണി തിരിഞ്ഞു നോക്കി, സാറേ ഇത് മതി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർഗനൈസ് ചെയ്തു, റെഡി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ തോന്നുന്നു. അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു കാണാൻ പറ്റിയില്ല. 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉണ്ണി എന്നെ വിളിച്ചു. പറഞ്ഞു, സാറിന് എപ്പോഴാണ് സൗകര്യമായിട്ട് വരാൻ പറ്റുക, സാറ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ നോക്കും. പക്ഷേ അതിന് വലിയൊരു ഡെവലപ്മെന്റ് വന്നു. ജോൺ സാർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ലാൻഡ് ചെയ്തു വന്നെത്തി. അദ്ദേഹത്തിന് ഈ മുമ്പിൽ ഞങ്ങൾ ഇത് അവതരിപ്പിച്ചു. അദ്ദേഹം ഇവിടെ മുൻകൊണ്ട് നിൽക്കുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ മാനം വളരെ വളരെ വിസ്തൃതമാണ്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു പുതിയ ക്ലബിന്റെ ബീജം ഉണ്ടാക്കി കഴിഞ്ഞു, അല്ലെ പേര് വരെയും സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എപ്പോഴാ സാർ ഞാൻ പറഞ്ഞു, എനിക്ക് ശനിയാഴ്ചയും കൂടും, ശനിയാഴ്ചകളിൽ വന്നിട്ട് ഞായറാഴ്ച തിരിച്ചു പോകും, അങ്ങനെയാണ്. അപ്പോ പിന്നെ ഉണ്ടി പറഞ്ഞ അടുത്ത ശനിയാഴ്ച നമുക്ക് സാംസ്കാരിക നിലയിൽ തിരിച്ചു കൂടാം എന്ന് പറയുന്നു. അവിടെ വെച്ച് കൂടുന്നു. അവിടെ വെച്ച് കൂടുമ്പോഴാണ് ജോൺ സാർ വന്നെത്തി. ജോൺ സാർ ഇതിന്റെ പ്രവർത്തനം തുടങ്ങുന്നു എന്ന് പറയുന്ന സാറിന്റെ വീക്ഷണത്തിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഒരു കൊച്ചു മൈക്ക്, നമ്മൾ കുറെ പേര് ഇവിടെ കൂടണം, ജോർജ് സാറിനെ വിളിക്കണം, ആദരിക്കണം. ഇത് മാത്രമായിരുന്നു അന്ന് ഞാൻ മുടിയോട് പറയുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇത്രയും വലിയ വിശാലമായ ഒരു സംഭവം അന്ന് എന്റെ ചിത്രത്തിലേ ഇല്ല. അത് മുഴുവൻ ഈ മഹത് വ്യക്തിയിൽ നിന്ന്, ചിന്തയിൽ നിന്ന് ഉയർന്നു വന്ന സംഭവങ്ങളാണ്. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന അന്ന് അവിടെ മീറ്റിംഗിൽ വന്നിരിക്കുന്ന പലർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഞാൻ വിചാരിച്ച് മുരളി കുറച്ച് കൂടുതൽ പറയുമായിരിക്കും, പക്ഷേ അതറിയാം. അതായത് അന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ സാറിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അതൊന്നും ചെന്നെത്തുമൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വെച്ചു കൊടുത്തത് ഒരു ചെളിക്കൂനയായിരുന്നു. അതിനെ അതിവിദഗ്ധമായ ഒരു ശില്പകലയാക്കി മാറ്റി ഈ മഹാനായ ജോൺ സാർ. അത് വിസ്മയത്തോടെ നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് ഈ പറഞ്ഞ ഒരു മഹാകലാകാരൻ എങ്ങനെയാണോ ഒരു ശില്പം ചെളിക്കുണ്ടിൽ നിന്ന് നിർമ്മിക്കുന്നത്, അതേ ചാതുര്യത്തോടെ, അതേ ബുദ്ധിശക്തിയോടെ, ആ കലാപാടവത്തോടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ക്ലബാണ്. അതിന്റെ പ്രവർത്തനമാണ് ഇവിടെ ഇത്രയും സുന്ദരമായി പര്യവസാനിച്ചത്. ഇദ്ദേഹത്തിനെ നമ്മൾ എന്ത് പറഞ്ഞാണ് ആദരിക്കുക? അദ്ദേഹത്തിനെ ഈ വേദിയിൽ വെച്ച് ഞാൻ അടുത്ത കുറച്ച് സംസാരത്തിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തിനെ ആദരിക്കാതെ എന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ കഴിയും. അതാണ് പറയരുതെന്ന് പറഞ്ഞതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശശികുമാർ സാറ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ ചെയർമാനും അദ്ദേഹത്തിന്റെ എല്ലാമായ നമ്മുടെ ജോൺ പറക്കൽ സാറിനെ ആദരിക്കുന്നു. നല്ല കൈയ്യടി, നല്ലൊരു കൈയ്യടി കൊടുക്കാം എല്ലാവർക്കും നല്ല കൈയ്യടി. ശശികുമാർ സാർ അദ്ദേഹത്തിന്റെ സംസാരം തുടരുന്നു. ഇപ്പോ ഞാനിവിടെ ഇങ്ങനെ ഈ മുഖങ്ങൾ എന്റെ മുമ്പിൽ കാണുമ്പോൾ ഇവിടെ കനകമ്മ, അപ്പുറത്ത് ജോൺ സാർ എനിക്ക് പോകാൻ തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞു പോയില്ലേ സാറേ, എനിക്ക് സാറിനെ കണ്ടുകൊണ്ടേ സംസാരിക്കാൻ പറ്റും. അപ്പൊ ഇവരെയൊക്കെ കാണുമ്പോഴേ ഒരു 1/2 നൂറ്റാണ്ട്
ഒരു 50 വർഷങ്ങൾക്ക് പുറകിലേക്ക് ഞാൻ വീണ്ടും പോവാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ജോർജ് സാറിന്റെ ആ നവതി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ആ കാലത്തേക്ക് പോകാൻ, അത് കുറച്ച് എന്തെങ്കിലും പറയാതിരിക്കാൻ എനിക്ക് കഴിയും. കാരണം അന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ BSc ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അന്ന് ഇതിന്റെ എല്ലാം പ്രധാനം അതാണ്. ഈ തോമ്പിൽ സാർ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ മതവിദ്വേഷം ഒന്നുമില്ലാതെ, ജാതി മത വിദ്വേഷം ഒന്നുമില്ലാതെ ഒരേ രീതിയിൽ ജീവിക്കുന്ന ജനതയാണ് ഇവിടുത്തേതെന്ന് പറയുന്നതിൽ പെട്ടെന്ന് നമ്മൾ അഭിമാനം കൊണ്ടുപോകും. കാരണം നമ്മുടെ ചരിത്രം അതാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അന്ന് കത്തോലിക്ക പള്ളിയിൽ ഒരു വികാരി ഉണ്ടായിരുന്നു, തോമസ് തെക്കണത്തച്ഛൻ. അദ്ദേഹത്തിന്റെ ചിന്ത ഈ പറഞ്ഞ പോലെ വളരെ വിപുലമായി. അദ്ദേഹത്തിന്റെ ആ കത്തോലിക്ക സഭയിൽ മുഴുവൻ നിൽക്കുന്നതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ വീക്ഷണം. അദ്ദേഹം അന്നൊരു ക്ലബ് ഉണ്ടാക്കി. അപ്പൊ അന്ന് KP ചന്ദ്രശേഖരക്കുറുപ്പായിരുന്നു അതിന്റെ പ്രസിഡന്റ്. ഞാനുമൊക്കെ എന്നെയൊക്കെ അദ്ദേഹം അങ്ങനെ കണ്ടുപിടിച്ചൊന്നും എനിക്ക് അറിയില്ല. ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. ഇവിടെ അന്ന് നമ്മുടെ സുഭാഷ് ഗ്രന്ഥശാലയുണ്ട്, അവിടെ ഞങ്ങളെല്ലാം കൂടും. അവിടുത്തെ മഹാകലാകാരന്മാരാണ് നമ്മുടെ മണ്ണാരിയത്ത് ബാലമുള്ള, നമ്മുടെ വേലുത്തമ്പി ദളവായുമായിട്ടൊക്കെ അഭിനയ പ്രതിഭയായിരുന്ന ബാലമുള്ള, പിന്നെ തുര്യമേത്ത് രാമകൃഷ്ണക്കുറുപ്പ്, പിന്നെ നമ്മുടെ പോസ്റ്റ്മാൻ പാപ്പച്ചൻ സാറ്, ഇവരെല്ലാം ഞങ്ങളെല്ലാം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇപ്രാവശ്യം മിക്കവാറും എല്ലാ പള്ളി പെരുന്നാളിനുകൾക്കും അവിടെ റാസയും മറ്റേ പരിപാടിയും കൊണ്ട് അവസാനിക്കും. അച്ഛൻ പറഞ്ഞു, ഇപ്രാവശ്യം നമുക്കൊരു നാടകം നടത്താം. നിങ്ങൾക്ക് എന്താ നാടകം നടത്തിക്കൂടിയിരുന്നു? ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് കുലഗുരു ഇരിപ്പുണ്ട്, പുല്ലമ്പള്ളിയിൽ എന്ത് താമസിക്കുകയാണ് ജോർജ് സാർ. ഞങ്ങൾ പറഞ്ഞു നോക്കാം. അങ്ങനെ ജോർജ് സാറിനെ കാണുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോയി. ജോർജ് സാർ, എനിക്കൊന്ന് ജോലി ഓർക്കുന്നില്ലേ, നമ്മളെല്ലാം ഉണ്ട്. അവിടെ പോയി ജോർജ് സാറിനെ കണ്ടു. ജോർജ് സാറും ഞങ്ങളെല്ലാവരും കൂടെ, സുഭാഷ് ഗ്രന്ഥശാല അന്ന് നല്ല നിറയെ പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥശാലയാണ്. ഞങ്ങളതെല്ലാം തിരിഞ്ഞ് അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു വിശുദ്ധവാദം, CL ജോസിന്റെ വിശുദ്ധവാദം എന്നൊരു നാടകം. സാർ അത് വായിച്ചു. ഞങ്ങളോടെല്ലാം വായിക്കാൻ പറയുന്നു. ഞങ്ങൾ വായിച്ചു. സാർ അത് ഡയറക്റ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിലെ ക്യാരക്ടേഴ്സിനെ സാർ സജസ്റ്റ് ചെയ്യുന്നു. അപ്പാരം എന്നെ കൂടെ സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടല്ല അപാരവും ഞാൻ പറഞ്ഞത് കേട്ടോ. മണ്ണേരത്ത് ബാലമുള്ള, നമ്മുടെ പോസ്റ്റ്മാൻ പാപ്പച്ചൻ സാറ്, ഇങ്ങനെ പിന്നെ നമ്മുടെ നേരത്തെ പഠിച്ചിട്ടില്ലേ ബാബു അന്ന് പെണ്ണായിട്ട് അഭിനയിച്ചു. അതിലെ വിശുദ്ധ ഭാവത്തിലെ ഒരു ഡോക്ടർ സൈമൺ, ആ ഹീറോ കഥാപാത്രം സാർ എനിക്ക് തോന്നി. അപ്പൊ എന്നെ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിപ്പിക്കുകയാണ്. കൂടുതലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പോട്ടെ. അന്ന് സാറ് ഉണ്ടാക്കിയ ഒരു നാടകം, അതില് ഈ നാടകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സാറ് വരും. സാറാണ് അതിനകത്തിലെ എന്താണ് ഹീറോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിലെ ക്യാരക്ടർ നടൻ എന്ന് പറയുന്നത് സാറ് തന്നെയാണ്. അപ്പോ അത് സാറ് ഡയറക്റ്റ് ചെയ്ത് അന്ന് പുല്ലമ്പള്ളിയിലെ വീട്ടിൽ ഞങ്ങൾ പോകും. അവിടെ നിന്ന് നാടകം നടത്തും. നാടകം റിഹേഴ്സൽ ചെയ്യും. പെണ്ണായിട്ട് ബാബു അഭിനയിച്ചു, വേറൊരു ഒരാള് പിന്നെ മേക്കപ്പ് ചെയ്ത് അത്. എന്നിട്ട് ഈ നാടകം ഞങ്ങള് കത്തോലിക്ക പള്ളിയുടെ പള്ളിപ്പെരുന്നാളിന് അവിടെ അവതരിപ്പിക്കുന്നു. അവതരിപ്പിച്ചപ്പോഴാണ് നാടകം അവസാനിപ്പിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യാത്ത കരഘോഷം. ഈ ജനം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അവസാനത്തെ കർത്തൻ വീഴുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടിയ കരഘോഷം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നില്ല. അപ്പോ ഞങ്ങൾ അണിയറയിലേക്ക് പോകും. പുറത്ത് അവിടെ കേട്ട് നാടകം കണ്ടുകൊണ്ടിരുന്നതിൽ ഒരച്ഛൻ ഫാദർ അണിയറയിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഇത്ര ഗംഭീരമായൊരു നാടകം. ഞങ്ങളെ ഒന്നും കഴിയുമല്ല, ഈ മഹത്തായ ഈ മകൻ വ്യക്തികളെ കഴിയുവാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇത് എനിക്ക് പത്തനംതിട്ടയിൽ വരുവാണ് അദ്ദേഹം. അവിടുത്തെ പള്ളിയുടെ പിന്നെ ഏതാണ്ട് റീകൺസ്ട്രക്ഷൻ നടക്കുക. അപ്പൊ അതിനു വേണ്ടി അല്ലല്ല അതിന്റെ പിന്നെ നിർമ്മാണം നടക്കുക. അവിടെ ഒരു ബെനിഫിറ്റ് ഷോ, അതായത് പ്രൊഫഷണൽ നാടകക്കാരെ കൊണ്ട് നടത്തുന്ന ടിക്കറ്റ് വെച്ചുള്ള നാടകം. അതിന് ഞാൻ വേറൊന്നും പോകുന്നില്ല, നിങ്ങൾ വരണം. ഞങ്ങളെ കൊണ്ടൊന്നും ബെനിഫിറ്റ് ഷോയ്ക്ക് പ്രൊഫഷണൽ നാടകം നടത്താൻ. അപ്പോ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറയാനില്ല, അച്ഛൻ സമ്മതിച്ചാൽ ഞങ്ങൾ റെഡി. തോമസ് തെക്കണത്തെ അച്ഛനാണ് ഞങ്ങളുടെ എല്ലാം. അദ്ദേഹം സമ്മതിച്ചു, പിള്ളേരെ പോയി നടത്തുമെന്ന് പറഞ്ഞാൽ അത് പോയി. അച്ഛൻ പറഞ്ഞു, ഞാൻ ഏറ്റു.
പിന്നെ ഞങ്ങൾക്ക് മാർഗമില്ല, തിരിച്ചു മാർഗമില്ല. ജോർദാൻ പറഞ്ഞു നമ്മൾ 2 പ്രാവശ്യം പെണ്ണുങ്ങളെ ഈ വേഷം കെട്ടി ഇപ്പൊ ബെനിഫിറ്റ് അവിടെ ടിക്കറ്റ് വെച്ച് നടത്തുന്നിടത്ത് പോകുന്നിടത്ത് കൊണ്ടുപോയി നമ്മൾ ഈ വേല ഇറക്കാൻ പറ്റില്ല. അത് നമുക്ക് നടി തന്നെ വേണം. ഞങ്ങൾ നടിയുടെ അന്വേഷണത്തിലാണ്. കാരണം ഈ ഹീറോയിൻ എന്ന് പറയുന്നത് വളരെ സുന്ദരിയായ ഒരു നടിയാണ്. ബാബുവിനെയൊക്കെ അലങ്കരിച്ച് നിർത്തിയാൽ ഭയങ്കര സുന്ദരിയാണ്. അപ്പൊ ആ തരത്തിൽ വരുന്ന ഒരു പെണ്ണിനെ ഞങ്ങൾ ഈ നാളെ നടി അന്വേഷിക്കാൻ നടക്കുമ്പോൾ ഇങ്ങനെ ആ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ കുടശനാട് NSS ഹൈസ്കൂളിന്റെ ഈ ഇവിടുത്തെ വേദികളിലൊക്കെ ചെലകകളുടെ ചിങ്കിലും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമായി. അതായത് നർത്തനത്തിന്റെ ആയാലും ഗാനം, അതായത് ലൈറ്റ് മ്യൂസിക്, പിന്നെ ക്ലാസിക്കൽ മ്യൂസിക്, പിന്നെ നടനത്തിലായാലും പിന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം എന്ന് വേണ്ട എല്ലാ തരത്തിലും ഇവിടെ ഓരോ നമ്മുടെ അവിടുത്തെ സ്റ്റേജിങ്ങനെ പിന്നെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഒരു വലിയ നടി, ഒരു വലിയ ഡാൻസുകാരി കുട്ടിയുടെ പ്രകടനം കൊണ്ട് മാത്രം അന്ന് വാരിക്കുട്ടിയെ യൂത്ത് ഫെസ്റ്റിവലുകളിൽ ആ കുട്ടി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഓരോ കൊല്ലവും കുടശനാട് NSS ഹൈസ്കൂൾ ബ്ലോക്ക് സ്കൂൾ തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് വന്നിരുന്ന ഒരു അതുല്യ പ്രതിഭയായിട്ടുള്ള ഒരു കൊച്ചു കലാകാരൻ നമുക്കിവിടെ ഉണ്ട് എന്നറിയും. അപ്പോ ആ കലാകാരിയെ കിട്ടുമോ കിട്ടിയാൽ നമുക്ക് ഭയങ്കര ഭാഗ്യം. അങ്ങനെ എല്ലാവരും ചെന്ന് ആ കുട്ടിയുടെ അച്ഛനെ കണ്ടു. ആ കുട്ടി ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, കുടശനാട്. അപ്പൊ ഞങ്ങൾ അതിന്റെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്ന് അച്ഛനോട് സംസാരിച്ചു. അപ്പൊ ഈ ഡാൻസൊക്കെ ചെയ്യുന്നുള്ള അല്ലാതെ ഡാൻസിലും നാടകത്തിലൊന്നും ആ കുട്ടി പോയിട്ടില്ല. അച്ഛൻ പറഞ്ഞു ഞാനവിടെ വിടുന്നില്ല, നാടകത്തിനൊന്നും വിടുന്ന അധിക പരിപാടിയൊന്നും ഞെട്ടില്ല. സമ്മതിച്ചു. പലരും ചെന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. അവസാനം എനിക്ക് തോന്നുന്നു അച്ഛനും ജോർജ് സാറും ജോർജ് സാർ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ ഒന്ന് പോയി നോക്കും, സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് ഞാൻ പറഞ്ഞ അച്ഛൻ സമ്മതിക്കുമോ? ജോർജ് സാറാണല്ലോ. ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കണ്ടു. കണ്ടപ്പോ പറഞ്ഞത് ഇതാണ്, മുട്ടേറ്റുന്ന് പിന്നെ ഇയാള് വന്നു, പിന്നെ സാറ് വന്നു, അച്ഛൻ വന്നു, ഇനി ഞാൻ എന്ത് പറയാനാ എന്ന് പറഞ്ഞു. ഒരു നാടകത്തിന് വേണ്ടി. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി വിടാം സാറേ, വേറെ ഒന്നും സമ്മതിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൈ പിടിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട നടിയാണ് ഈ കുടശനാട് കലൻ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അന്ന് നാടകത്തിലേക്ക് വരുന്നു. അപ്പൊ ഈ ഡയലോഗൊക്കെ ഇഷ്ടപ്പെട്ടു. അത് നാടകം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നവരാണ്, നാടകം നടത്തി അഭിനയിച്ചവരാണ്. അപ്പൊ ഇത് എത്ര കാലം പെട്ടെന്ന് ഇതൊക്കെ പഠിച്ചു വരുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും പറയണ്ട, എത്ര പെട്ടെന്നാണ് ആ നാടകം. പുല്ലമ്പള്ളി ജോർജ് സാറിന്റെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ ഈ നാടകം എല്ലാ റിഹേഴ്സലും നടത്തുന്നത്. അത് പുല്ലമ്പള്ളിലാണ്. മോള് എവിടൊക്കെ കൊച്ചു കുട്ടിയാണ്, നീ ഓർക്കുന്നുണ്ടോ? ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കുട്ടി. ഈ സ്വർണ്ണന്റെ അവിടെ നിന്ന് വരുന്ന വേറൊരു നടിയും ഉണ്ടായിരുന്നു, അവരും ഉണ്ടായിരുന്നു. അവർ ഞാനിപ്പോൾ ഓർക്കുന്നേ ഇല്ല. ഞങ്ങള് പത്തനംതിട്ട പോയി ഈ നാടകം നടത്തി. ഞങ്ങൾ ഭയങ്കര ആശങ്കയില്ല. അപ്പൊ എന്ത് പറ്റി? അച്ഛൻ പറഞ്ഞു നിങ്ങൾ പ്രതിഭ ആർട്സ് ക്ലബ് ഒന്നും പറഞ്ഞു പോകാനൊക്കത്തില്ല, തിയേറ്ററാണ്, പ്രതിഭ തിയേറ്റേഴ്സ് എന്നൊരു ബോർഡൊക്കെ വെച്ച് ഈ വിടുന്ന്. അപ്പൊ അതില് അന്ന് ഗാനം എഴുതിയ ചേട്ടനാണ് അന്ന് ഗാനം എഴുതിയത്. മണിക്കിനാവുകളെ ഓർമ്മയുണ്ടാവും. പാപ്പച്ചൻ, ഇതെല്ലാം ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണ്. നമ്മുടെ ക്രൂ ഫെലോസ് ആണ്. നമ്മുടെ വെട്ടത്തെ പാപ്പച്ചൻ പാപ്പച്ചനാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. പാട്ട് ഇവിടെ താമസിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഗിരിജ ടീച്ചറാണ് അതിന്റെ മ്യൂസിക്. അവർ പാട്ടുണ്ടാക്കി, ചേട്ടൻ പാട്ടുണ്ടാക്കി, ഗിരിജ ടീച്ചർ ട്യൂൺ കൊടുത്തു, അവര് തന്നെ പാടി. ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ മ്യൂസിക്സ് മുഴുവൻ നമ്മുടെ വെട്ടത്തെ പാട്ട്. ഇതെല്ലാം ഞങ്ങൾ ടീമായിട്ട് പോയി. അത് ഭയങ്കര രസമായിരുന്നു. ചേട്ടനുണ്ടായിരുന്നു, പുള്ളിയും വരുന്നു പറഞ്ഞു, ഞാനും വരുന്നു പറഞ്ഞു വന്നു. പത്തനംതിട്ട ചെന്ന് അപ്പൊ ജോർജാർ പറഞ്ഞു CA ജോസിന്റെ വിശുദ്ധഭാവം എടുത്തിട്ട് നമ്മൾ നാടകം അതിന് വേറെന്തോ പേരിട്ടു ഇല്ലേ സാറേ? അന്ന് വേറൊരു പേരും വെച്ചാണ് നിങ്ങൾ പോകുന്നത്, പ്രതിഭ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. എന്താ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പൊ സാറ് അതിന്റെ നാടകത്തിന്റെ സീൻസ് മുഴുവൻ അതിവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നതല്ല. അതായത് തുടക്കം എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുക, പുറകോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു നാടകമാക്കിയിട്ടില്ല. അവസാനത്തെ സീൻ ആദ്യം വരുമ്പോൾ അങ്ങനെ അതിസുന്ദരമാണ്.
അവിടെ ചെന്ന് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞതുപോലെ അവസാനത്തെ കട്ടൻ വീഴുമ്പോഴത്തേക്കും ആ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞ കയ്യിൽ. അങ്ങനെ ഞങ്ങളത് നടത്തി തിരിച്ചു പോയി. പിന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് വേറൊരു അസൈൻമെന്റ് കിട്ടി. അതായത് നമ്മുടെ ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടന സമയമാണ്. അന്ന് കറുത്ത നക്ഷത്രം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു നാടകം നടത്തി. അതിനു മുമ്പ് ഈ ജോൺ സാറെല്ലാം കൂടി ഒരു നാടകം അവതരിപ്പിച്ച് ദൈവം മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അത് സൂചിച്ചില്ല. അപ്പൊ അത് ഈ നാട്ടുകാർക്കിടയിൽ ദൈവം മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മരിച്ചു എന്ന് പറഞ്ഞൊരു നാടകം. അപ്പൊ ഞങ്ങൾ അത് എന്ത് ചെയ്യുന്നറിയാം, നമുക്ക് തിരിച്ചു അതൊരു ആരോഗ്യകരമായ മത്സരമാണ് ക്ലബുകൾ തമ്മിൽ. അതാണ് രസം. അതിന് സാറ് ഞങ്ങൾ പേരിട്ടു, ജോൺ സാർ പേരിട്ടു. നമുക്കൊരു കാര്യം ചെയ്യും, ദൈവം മരിച്ചിട്ടില്ല എന്നാക്കി കളയാം. ദൈവം മരിച്ചു എന്ന് പറഞ്ഞ് ഇവര് നാടകം അവതരിപ്പിച്ചു. ഞങ്ങൾ ദൈവം മരിച്ചിട്ടില്ല, കറുത്ത നക്ഷത്രത്തിന്റെ ടൈറ്റിൽ മാറി. അവിടെയും എന്റെ കൂടെ കുറച്ച് ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു ഒരു നാടകത്തിലൂടെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ കനകമ്മയെ ഒരു നാടകത്തിലൂടെ വിട്ടു. അതാണ് ജോലിയല്ലേ അമ്പോ ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? കണ്ടോ, ഇതൊക്കെയാണ് നമ്മള് ഈ 19 കൊല്ലം പുറകോട്ട് പോവുകയാണ്. അപ്പോ അതൊക്കെ നടന്നു, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ നാടകം കുറെ ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ BSc അവസാന സമയത്ത് കണ്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴി അതല്ലായിരുന്നു, മറ്റേ വഴിയിലേക്കൊക്കെ ഞാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞ് ഞാൻ എൻ്റെ തൊഴിലിലേക്ക് പോയി. പിന്നെയാണ് ഞാൻ അറിയുന്നത്, പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ ഒരു പ്രൊഫഷണൽ നാടക കലാകാരിയായി വന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത കാലത്ത് ഇവിടെ വന്ന് താമസമാക്കി. ആ സമയത്ത് എനിക്കൊരു ഉൾവിളി തോന്നി. അപ്പൊ എന്താണെന്നറിയാമോ, പ്രസനാട് കനകത്തെ കുറിച്ച് ഒരു ഫീച്ചർ ഏതോ ഒരു പത്രത്തിൽ വന്നത്. എന്റെ ജൂനിയർ വക്കീല് അവിടെ ആലുവായിൽ ഉള്ള ഒരു ജൂനിയറാണ്. ആ ജൂനിയർ അവനെടുത്ത് അവന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ അല്ല എന്റെ വാട്സാപ്പിൽ അയച്ചു തന്നു ആ ഫീച്ചർ. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് പറഞ്ഞ പോലെ ചെന്നു. അപ്പൊ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്റെ ഫേസ്ബുക്കിൽ ഒരു സുന്ദരം എന്ന് പറയണ്ട, ബാക്കിയുള്ളവർക്ക് വായിച്ചു നോക്കുക. അങ്ങനെ ഈ കുടസനാട് കനകത്തെ കുറിച്ച് ഈ കഥകളെല്ലാം പറഞ്ഞൊരു ഗംഭീര ആർട്ടിക്കിൾ ഞാൻ ഒരു വലിയ ആർട്ടിക്കിൾ. അതിപ്പോഴും ഓടുന്നുണ്ട്, പലരും അത് ശ്രദ്ധിക്കാറുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. അപ്പോ ഇതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പൊ ജോർജ് സാറിന്റെ മുമ്പിൽ വെച്ച് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടാണ് ജോർജ് സാറിനോട് സാറെ പോകില്ലെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ആ കാര്യം തൊട്ടൊന്നും തൊഴിലും വേണം ഇത് കഴിഞ്ഞിട്ടും. അപ്പോ ഇനി ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇത് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇത് തുടങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിന്റെ അപ്പുറത്തേക്ക് നമ്മളിപ്പോൾ വളർന്നു കഴിഞ്ഞിരിക്കും. കൂടുതലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കാര്യം, നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ ഭയങ്കരമായ താല്പര്യമാണ്. ഇതിലിപ്പോ നമ്മൾ ആദരിച്ചവരിൽ നിന്നും എല്ലാവരും ഒക്കെ പോകുന്നവരും എല്ലാവരുടെയും ഒരു വികാരമായി മാറി കുറച്ചനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കും. ഞാനിപ്പോ ഈ MTയുടെ ചെറുകഥാ സമാഹാരങ്ങളെ കുറിച്ച് അദ്ദേഹത്തെ എഴുതുന്ന 2-3 വാചകങ്ങൾ. കൂടല്ലൂർ അദ്ദേഹത്തിന്റെ ഗ്രാമമാണ് കൂടല്ലൂരിനെ എനിക്ക് വിട്ടുപോകാൻ വയ്യാത്ത വണ്ണം ഞാൻ അവിടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചേക്കാം, അതിനപ്പുറത്തേക്കുള്ള വഴിയിലേക്ക് നിങ്ങൾ പോയിട്ടില്ലേ? ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്, ഈ മറ്റ് ഭൂഭാഗങ്ങളിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും എന്നെ ഈ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതീതിയുണ്ട്. എവിടെ പോയാലും എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം. അത് പിന്നെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്താണ്? അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രികളെക്കാൾ എനിക്കിഷ്ടം ഞാൻ അറിയുന്ന എന്റെ പ്രിയപ്പെട്ട നിലയല്ല. ഇത് നമ്മുടെ കുടശനാട്. ആ കൂടല്ലൂർ മാറ്റി കുടശനാടാക്കിയാൽ നമ്മളുടെ വികാരമാണ്. ഞാൻ വിചാരിച്ചാറുണ്ട്, ഇവിടെ ഇപ്പൊ നമ്മളെല്ലാവരും കൂടി ഈ ഇരിക്കുന്ന ജാതി മത ഭേദമില്ലാതെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ സുഹൃത്ത് ബന്ധത്തിൽ. ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, കിഴക്ക് ആ വൈപ്പിക്കുന്നിന്റെ മുകളിൽ നിന്ന്
കൈവിരിച്ചിരാൻ നമ്മുടെ നാട്ടിലെ അനുഗ്രഹിക്കുന്ന ആ മഹാത്യാഗത്തിന്റെ മഹാദേവൻ അവിടെ പടിഞ്ഞാറ് കരിഞ്ഞാലി നമ്മുടെ പ്രകൃതി രമണീയമായ കരിങ്ങാലിപ്പൂജയുടെ ഇപ്പുറത്ത് നേരെ കിഴക്കോട്ട് നോക്കി തൃക്കണ്ണുകൊണ്ട് അനുഗ്രഹിക്കുന്ന മഹാദേവി. ഇവർക്കിടയിൽ നമ്മൾ ജീവിക്കും. നമ്മൾ ഈ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കും. ഇവിടെ നമ്മളുടെ മനസ്സിൽ നമ്മുടെ സ്ഥിരങ്ങളിൽ കൂടി ഓടുന്ന കുടി ചെഞ്ചോര അത് കുടശനാണെന്ന വികാരം മാത്രമായിരിക്കും. പ്രിയപ്പെട്ടവർ, പഴയകാല നാടക പ്രവർത്തനങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിച്ച പ്രിയപ്പെട്ട ശശികുമാർ സാറിന് ഏറെ നന്ദി. ഏതൊരു പ്രസ്ഥാനത്തിനും ബീജാവാപം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബൗദ്ധിക മണ്ഡലത്തിലായിരിക്കും. കുടശനാട് കലാസാംസ്കാരിക വേദിയുടെ ചിന്ത രൂഢമൂലമായത് ചില മഹത് വ്യക്തികളുടെ മനസ്സിലാണ്. പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയ ശ്രീ കുടശനാട് ഉദയകൃഷ്ണനെ അകവഴിഞ്ഞ് പിന്തുണച്ച ഏവർക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥത കാരണം പ്രസ്ഥാനത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ബിനോയ് പി ജോർജ് അവരുടെ ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.